ചാപ്റ്റർ 6 ഓപ്പൺ ആക്കുക. നമ്മളുടെ നോമൻക്ലേച്ചറിന്റെ പാഠം ഏറ്റവും ലാസ്റ്റില് ചാപ്റ്റർ 6 ക്വസ്റ്റ്യൻ ഞാൻ കൊടുക്കാം സാറേ, കുഴപ്പമില്ല. എടുത്താ നോട്ടൊക്കെ എടുത്തല്ല? ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിക്കോ. CH3 CH2 CH2 CH ഇങ്ങോട്ട് എഴുതിയേക്കാണോ സാറേ? ഇത്ര നീക്കി തരാവോ? CH3 then CH2 CH3. മതിയാവും സാർ, ഞാൻ മേക്കപ്പ് ചെയ്തോളാം. വേഗം എഴുതിയെടുക്ക, വേഗം എഴുതാ. ഓക്കെ, കുറച്ച് കാര്യങ്ങളാണ് ആൻസറിനകത്ത് എഴുതേണ്ടത്. ഇയാളുടെ മോളിക്കുലാർ ഫോർമുല തന്മാത്ര സമവാക്യം എഴുതണം, മോളിക്കുലാർ ഫോർമുല എഴുതണം, ബ്രാഞ്ചിന്റെ പേര് എഴുതണം, ശാഖ ബ്രാഞ്ചിന്റെ പേര് ശാഖ, ദെൻ നമ്മളുടെ പൊസിഷൻ സ്ഥാനം, ബ്രാഞ്ചിന്റെ പൊസിഷൻ എഴുതണം, സ്ഥാനം എഴുതണം, വേഗം. ദെൻ IUPAC നെയിം 2020 SSLC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. IUPAC നെയിം 4 കാര്യങ്ങൾ, 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. വേഗം ചെയ്തു, വേഗം ചെയ്തു. സാർ എല്ലാവരും ചെയ്യല്ലേ? കഴിഞ്ഞിട്ടുണ്ടാവല 4 എണ്ണം കഴിഞ്ഞവര് ഒന്ന് ടാറ്റ കാണിക്കുക. വേഗം വേഗം. 1 മിനിറ്റ് ആണ് ഈ ചോദ്യം ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അത്രയും ഫാസ്റ്റ് ആയിരിക്കണം സാറേ. ഒരാൾ അൺമ്യൂട്ട് ചെയ്യുക. ഇന്നലെ ചെയ്ത ചോദ്യമല്ല ഇന്ന് ചെയ്യുന്നത്. ആരാണ്? ഫിദ. ഗുഡ് മോർണിംഗ് ഫിദ. ഇതിന്റെ മോളിക്കുലാർ ഫോർമുല പറഞ്ഞേ. 1 2 3 4 5 6 7 C7H14 14H അല്ലെ, 3 5 7 10 3 + 2 5 5 + 2 7 7 8 8 11 11 13 H എത്രയാ വന്നത്? 16 അല്ലേ? ഒന്നുകൂടി എണ്ണി ഓക്കെ. 1 2 3 4 5 6 7 16 വരുള്ളൂ കേട്ടോ. ഇവിടെ ഒരു H ആണ്, ഇവിടെ ഒരു H ആണ്, ഇവിടെ ഒരു 3 എണ്ണം ഉണ്ട്. 16 C7H16. ഇനി ബ്രാഞ്ചിന്റെ പേര് പറഞ്ഞേ. മീഥൈൽ. ഓക്കെ, ബ്രാഞ്ചിന്റെ പേര് മീഥൈൽ. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുക. ബ്രാഞ്ച് എടുത്തത് ആർക്കെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ മീഥൈലാണ് ബ്രാഞ്ചിന്റെ പേര്, ഇവനാണ് ബ്രാഞ്ച്. ഓക്കെ, ലോങ് ചെയിൻ മുഖ്യ ചെയിൻ എങ്ങനെ എടുക്കും? ഇങ്ങനെ എടുക്കണം. അപ്പൊ നമുക്ക് എത്ര എണ്ണം കിട്ടും? 1 2 3 4 5 6 കിട്ടും. ആരെങ്കിലും നേരെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഇങ്ങനെ വേണം ലോങ് ചെയിൻ മുഖ്യ ചെയിൻ ഈ ക്വസ്റ്റ്യനിൽ എടുക്കാൻ. 1
2 3 4 5 6 ഈ രീതിയിൽ എടുത്താൽ ഒരു എൽ ഷേപ്പ് പോലെ എടുത്താൽ 6 കിട്ടും. അതാണ് ലോങ് ചെയിൻ. അപ്പൊ ഇവനാണ് ബ്രാഞ്ചിന്റെ പേര് മീഥൈൽ. ബ്രാഞ്ചിന്റെ പൊസിഷൻ ഫിദ തന്നെ പറയാ. ബ്രാഞ്ചിന്റെ പൊസിഷൻ എത്രയാണ്? ഒന്ന് 3 1 2 3. ഇവിടെ നിന്നുമ്പോ 3ഉം ഈ വശത്ത് നിന്നുമ്പോ 4ഉം. അപ്പൊ ഏത് ചെറിയ അക്കം ലോക്ക് ചെയ്യുന്നു? 3 ലോക്ക് ചെയ്യുന്നു. IUPAC നാമം അപ്പൊ എന്ത് വരുന്നു? 3 മീഥൈൽ എന്ത് വരുന്നു? ഹെക്സൈൻ അല്ലെ? 3 മീഥൈൽ ഹെക്സൈൻ. 4ഉം ശരിയായവർ ടാറ്റ കാണിക്കുക. 4 ചോദ്യങ്ങൾ സബ് ക്വസ്റ്റ്യൻ 2020 കോവിഡ് ടൈമിലായിരുന്നു. സെയിം ക്വസ്റ്റ്യൻസ് 4 ഫില്ല് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ എഴുതാ. ഇതേപോലെയുള്ള 4 കാര്യങ്ങൾ എഴുതാ. മോളിക്കുലാർ ഫോർമുല എഴുതണം, ബ്രാഞ്ചിന്റെ പേര്, ബ്രാഞ്ചിന്റെ പൊസിഷൻ, ദെൻ IUPAC നെയിം. സാർ അപ്പോഴേക്കും ഇത് മായ്ക്കുകയാണ്. ഇത് കഴിഞ്ഞ ഒരു ടാറ്റ കാണിക്കാം. സാറെ കഴിഞ്ഞിട്ടുണ്ടോ? ഓക്കെ സാറേ, ഒരാളെ വിളിച്ചു. ഇയാളുടെ മോളിക്യുലാർ ഫോർമുല ആരാണ്? നയന ഇയാളുടെ മോളിക്യുലാർ ഫോർമുല പറഞ്ഞേ വേഗം. മോളിക്യുലാർ ഫോർമുല പറഞ്ഞേ. C6 H40 3 5 7 8 11 14 6 കാർബൺ. മോളിക്കുലാർ ഫോർമുല തന്മാത്ര സമവാക്യം എഴുതാൻ എളുപ്പമാണ്. എത്ര കാർബൺ ഉണ്ടെന്ന് എണ്ണ. 1 2 3 4 5 6. C6 എത്ര ഹൈഡ്രജൻ ഉണ്ടെന്ന് എണ്ണ. H14 എണ്ണം. എണ്ണി എഴുതുന്നതാണ് നമ്മളുടെ മോളിക്കുലാർ ഫോർമുല. ദെൻ ബി ബ്രാഞ്ചിന്റെ പേര് പറഞ്ഞോ. ബ്രാഞ്ചിന്റെ പേരെന്താണ്? മീഥൈൽ. ഇവനാണ് ബ്രാഞ്ച്. ഒറ്റടിക്ക് നമുക്ക് മനസ്സിലാവും ബ്രാഞ്ച്. ഇങ്ങനെ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. 1 2 3 4 5 1 2 3 4 5 എങ്ങനെ എടുത്താലും ഇത് തന്നെ മീഥൈൽ. ബ്രാഞ്ചിന്റെ പൊസിഷൻ സ്ഥാനം പറഞ്ഞോ. ബ്രാഞ്ചിന്റെ പൊസിഷൻ വരുന്നത് എങ്ങനെയാണ്? 1 ഇതിനകത്തല്ലേ 2 ആണ് പൊസിഷൻ വരുന്നത്. പേര് വരുന്നത് ഡിയിൽ വരുന്നത് 2 മീഥൈൽ പെന്റെയിൻ. എത്ര പേരുടെ ശരിയായി? 2 മീഥൈൽ പെന്റെയിൻ. എത്ര പേരുടെ ശരിയായി? ഇനി ഈ മോഡൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. ഇന്നലെ 2 ചെയ്തിരുന്നു, ഇന്ന് 2 ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടാലിയായി എന്ന് വരുന്നത്. ഇനി ഇയാളുടെ IUPAC നെയിം എഴുതാ. ഇയാളുടെ IUPAC അത് മാത്രം എഴുതിയാതെ IUPAC നെയിം എഴുതാ. നൽകിയിരിക്കുന്ന ആളുടെ IUPAC നെയിം എഴുതാ.
പറഞ്ഞോ സാറേ, ഒരാളെ വിളിച്ച്. എനിവൺ ആരെങ്കിലും ഒരാൾ. സാർ ആരാണ്? ആരാണ്? ഹരികീർത്തന. പറഞ്ഞോ ഹരികീർത്തന, പറഞ്ഞോ. ഗുഡ് മോർണിംഗ് ഹരികീർത്തന, പറഞ്ഞോ. എത്രയാണ്? എക്സ് 1 2 3 4 5 6. ഓക്കെ, ഹെക്സ് ആണ്. 6 കാർബൺ ആറ്റം ഉണ്ട്. ട്രിപ്പിൾ ബോണ്ടിന്റെ പൊസിഷൻ ഇവിടെ നിന്നുമ്പോൾ 1 2, രണ്ടാമത്തെ പൊസിഷൻ 2, ദെൻ സ്പേസ് ഇട, വീണ്ടും ഹൈഫൺ ഇട, YNE. എത്ര പേരുടെ ശരിയായി? ഹെക്സ് 2 ആയി. അപ്പൊ ആ ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് കിട്ടും ഉറപ്പായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരുന്നു ലാസ്റ്റ്. ഈ പാഠത്തിൽ നിന്ന് സാറ് ഇനി ക്വസ്റ്റ്യൻസ് ചെയ്യുന്നില്ല. ഹോമോലോഗസ് സീരീസ് ഒന്നുകൂടി ചോദിക്കും, അത് കഴിഞ്ഞിട്ട് ഈ പാഠം സാറ് വിടും. CH3 CH again CH2 CH3, ദെൻ താഴേക്ക് ഒരു CH3, again ഇവിടെയും ഒരു CH3. ഇയാളുടെ നെയിം മാത്രം UPSC നെയിം മാത്രം. ഫാസ്റ്റ്. ആൻസർ അല്ലട്ട എഴുതണത്, വേറൊരു ചോദ്യമാണ് എഴുതണത്. ആൻസർ എഴുതിക്കോളാം. ഓക്കെ, ആൻസർ ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ടാവണം. ആൻസർ പറഞ്ഞോ. ആൻസർ ആരാണ്? അമീൻ. പറഞ്ഞോ, അൺമ്യൂട്ട് ചെയ്തടാ. 2,3-dimethyl pentane is the correct. 1 2 3 4 5 പെൻറ്റേൻ. എത്ര പേരുടെ ശരിയായി? ഇപ്പൊ 2 ബ്രാഞ്ച് ഉള്ളത് മക്കൾക്ക് ചെയ്യാൻ അറിയാന്ന് പഠിച്ചല്ല. അങ്ങനെയെങ്കിൽ ഈ പേര് തന്നിട്ട് സ്ട്രക്ചർ ആണ് ചോദിക്കുന്നതെങ്കിൽ ഹെപ്റ്റെയിൻ ആണ്. വലിയൊരു ക്വസ്റ്റ്യൻ. ഹെപ്റ്റെയിൻ എല്ലാം ചെറുത് ചെയ്തിട്ട് പോയിട്ട് കാര്യമില്ല. ഇവന്റെ സ്ട്രക്ചർ വരയ്ക്കാന്ന് ഉദ്ദേശിക്കുന്ന ഈ രീതിയിൽ എഴുതാനാണ് കേട്ടോ. ഇപ്പൊ പരീക്ഷക്കാണെങ്കിൽ ഡ്രോ ദ സ്ട്രക്ചറിനെ ചോദിക്കുകയുള്ളൂ. ഇത് ഈ രീതിയിൽ എഴുതാൻ. ഓക്കെ, പടം ഫുള്ളായിട്ട് വരക്കാനല്ല, ഈ രീതിയിൽ എഴുതാൻ. വേഗം ചെയ്തോ. ഓക്കെ, സാറ് ആൻസർ ഒന്ന് ചെയ്ത് നോക്കട്ടെ. ഹെപ്റ്റെയിൻ ആണ് അല്ലെ? ഡൗട്ട് ഉള്ളവർ ആരെങ്കിലും ഇപ്പോഴും ഉണ്ടെങ്കിൽ ഒന്ന് നോക്കാം. ഹെപ്റ്റെയിൻ ആണ്. ഹെപ്റ്റെയിൻ ആവുമ്പോൾ ഹെപ്റ്റ് എന്ന് പറയുമ്പോൾ എത്ര കാർബൺ ആറ്റം? ഒന്ന് സ്ക്രീനിലേക്ക് കാണിച്ചേ. എത്ര കാർബൺ ആറ്റം? 2 കൈകൾ വേണ്ടി ഒരു എത്ര കാർബൺ ആറ്റം? 7 എണ്ണം അല്ലെ? 7 കാർബൺ ആറ്റം വരയ്ക്കണം. 7 കാർബൺ ആറ്റം സാറിന്റെ സ്പേസ് ചെയ്ത് 1 2 3 4 5 6 7 7 കാർബൺ ആറ്റം. ANE ആണ്. അപ്പൊ എല്ലാം എന്ത് ബോണ്ട് തന്നെ? സിംഗിൾ ബോണ്ട് തന്നെ. ANE ആണ്. അതൊരു ആൽക്കെയിൻ ആണ്. എല്ലാം സിംഗിൾ ബോണ്ട് തന്നെ. ഇനി 2-ലും 4-ലും രണ്ടാമത്തതിലും നാലാമത്തതിലും എന്തുണ്ട്? ബ്രാഞ്ചുകളുണ്ട്. 2 ബ്രാഞ്ചുകളുണ്ട്. ഡൈ ആണ്. 2 ബ്രാഞ്ചുകളുണ്ട്. ബ്രാഞ്ചിന്റെ പേര് മീഥൈലാണ്. അപ്പോ രണ്ടാമത്തതിൽ സാർ ഈ വശത്തു നിന്നാണ് എണ്ണുന്നത്. മക്കൾക്ക് വേണമെങ്കിൽ ഈ വശത്ത് നിന്ന് എണ്ണി കൊടുക്കാം. ഈ വശത്ത് നിന്ന് എണ്ണി കൊടുക്കുന്നു സാറ്. ഇവിടെ രണ്ടാമത്തതിൽ ഒരു മീഥൈൽ കൊടുക്കുന്നു. ശേഷം 3 കഴിഞ്ഞ് നാലാമത്തതിലും ഒരു മീഥൈൽ കൊടുക്കുന്നു. ബേസിക് സ്കെൽറ്റൻ കഴിഞ്ഞു. ഇനി എന്ത് ഫില്ല് ചെയ്ത് കൊടുക്കണം? ഹൈഡ്രജൻസ് ഫില്ല് ചെയ്ത് കൊടുക്കണം കൂട്ടായിട്ട്. അപ്പൊ ഇവിടെ ഒരു 3 ഹൈഡ്രജൻ വരും. ഇവിടെ ഒരു 2 ഹൈഡ്രജൻ. ഇവിടെ അഗെയിൻ 2 ഹൈഡ്രജൻ. ഇയാൾക്ക് ചുറ്റും ഇവിടെ ഒരു ബോണ്ട് 2 3 പേരായി. ഇയാൾക്ക് ചുറ്റും
3 പേരെ, ഒരാളുടെ കുറവുള്ളൂ. എപ്പോഴും ശ്രദ്ധിക്കുക, കാർബണിന് ചുറ്റും എത്ര ബോഡി ഗാർഡ്, സ്ക്രീനിലേക്ക് കാണിച്ച എത്ര ബോഡി ഗാർഡ്? 4 പേരെ പാടുള്ളൂ. 1 2 3, ഒരാളുടെ കുറവുള്ളൂ 4. ഇവന്റെ 1 2, ഇവിടെ അപ്പൊ 2 പേര്, ഇവിടെ ഒരാളുടെ കുറവ്, ഇവിടെ 3 പേര്. ഭംഗിയായിട്ട് നോക്കിയേ, കറക്റ്റ് ആണോ നോക്കിയേ, എത്ര പേരുടെ ശരിയായി, എത്ര പേരുടെ ശരിയായി. മക്കൾ ഇവിടം വരെ എഴുതും. ഹൈഡ്രജൻ എടുത്തു കൊടുക്കുന്ന കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ച് ചെയ്യാ കേട്ടാ. ഹൈഡ്രജൻ ഇട്ട് കൊടുക്കുന്ന കാര്യത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്താ. വെരി ഗുഡ്. ഇനി ഒരു തിയറി എല്ലാവരും വായിച്ചേ, ഒരു തിയറി എല്ലാവരും വായിച്ചേ. ഹോമോലോഗസ് സീരീസ്, ഹോമോലോഗസ് സീരീസ് 2 പോയിന്റ് വായിക്കുക. ഹോമോലോഗസ് സീരീസ് 2 പോയിന്റ് വായിക്കുക. ഹോമോലോഗസ് സീരീസ് 2 പോയിന്റ് വായിക്കുക. വേഗം വേഗം പേജുകളൊന്ന് മറിക്കുക, പേജുകളൊന്ന് മറിക്കുക. മെറ്റീരിയലിലാണെങ്കിൽ നമ്മളുടെ പേജ് നമ്പർ 90. 2 തിയറീസ് വായിപ്പിക്കാറുണ്ട് നിങ്ങളെ കൊണ്ട്. വേഗം വായിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ, സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ് പൂരിത അപൂരിത ഹൈഡ്രോകാർബണുകൾ. വേഗം വായിക്കുക. പൂരിത ഹൈഡ്രോകാർബണുകൾ, അപൂരിത ഹൈഡ്രോകാർബണുകൾ രണ്ടും വായിക്കുക. ഓക്കെ, വേഗം വേഗം വായിച്ചു പോണം. ആകെ ഇതിനകത്ത് വായിക്കാൻ പൂരിത അപൂരിത ഹൈഡ്രോകാർബണുകൾ. അതേ പേജിൽ, അതേ മെറ്റീരിയൽ, അതേ പേജിൽ കിടക്കുന്നു. സാറ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഇടുന്നുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഹോമോലോഗസ് സീരീസിന്റെ 2 ക്യാരക്ടറിസ്റ്റിക്സ് സാറ് പറയുന്നത്, സാറിന്റെ ഓർമ്മയിൽ നിൽക്കുന്നത് ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ എ ജനറൽ ഫോർമുല. ഒന്നാമത്തെ പോയിന്റ്, ഒരു പൊതു സമവാക്യം കൊണ്ട് നമുക്ക് ഇവരെ കാണിക്കാൻ സാധിക്കും. സക്സസീവ് മെമ്പേഴ്സ്, അടുത്തടുത്ത അംഗങ്ങൾ തമ്മിൽ എന്തിന്റെ വ്യത്യാസം? CH2 ഗ്രൂപ്പിന്റെ വ്യത്യാസം. അങ്ങനെ 2 പോയിന്റ് നമുക്ക് എഴുതാനായിട്ട് പറ്റും. സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണുകൾ, പൂരിത ഹൈഡ്രോ കാർബണുകൾ എന്നാൽ സിംഗിൾ ബോണ്ടുകൾ മാത്രം അടങ്ങിയ, കാർബൺ കാർബൺ തമ്മിൽ സിംഗിൾ ബോണ്ട് ഏകബന്ധനങ്ങൾ മാത്രം അടങ്ങിയവരാണ് പൂരിത ഹൈഡ്രോ കാർബണുകൾ അഥവാ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്. ആൽക്കൈനുകൾ സാച്ചുറേറ്റഡ് ആണ്. ഇനി ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും കാർബൺ കാർബൺ തമ്മിൽ ദ്വിബന്ധനമോ ത്രിബന്ധനമോ ആണെങ്കിൽ അവർ അൺസാച്ചുറേറ്റഡ് ആണ് അഥവാ അപൂരിത ഹൈഡ്രോ കാർബൺസ് ആണ്. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ടാറ്റ കാണിക്കുക. ഓക്കെ ആണെങ്കിൽ ടാറ്റ കാണിക്കുക. നമ്മൾ ആ തിയറി ഫിനിഷ് അപ്പ് ചെയ്യുന്നു. AR18 ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഒന്നാമത്തെ ചാപ്റ്റർ, ഫസ്റ്റ് ടൈമിൽ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് AR18. ഇയാളുടെ എന്ത് കണ്ടുപിടിക്കുക? ഗ്രൂപ്പ് കണ്ടുപിടിക്കുക, ബ്ലോക്ക് കണ്ടുപിടിക്കുക, പിരീഡ് കണ്ടുപിടിക്കുക. G ഗ്രൂപ്പ്, B ബ്ലോക്ക്, P പിരീഡ്. 3 കാര്യങ്ങൾ. അപ്പോ കോൺഫിഗറേഷൻ ഭംഗിയായിട്ട് എഴുതാം. 3 കാര്യങ്ങൾ കണ്ടുപിടിക്കുക. 3 കാര്യങ്ങൾ കണ്ടുപിടിക്കുക. മൂന്നും കിട്ടുന്നവരെ ഉണ്ടാവട്ടെ. 3 കിട്ടണം. 1s2 2s2 എഴുതി ഗ്രൂപ്പ് കണ്ടുപിടിക്കണം. ഇത് ഏത് പീരീഡാണ്, ഏത് ബ്ലോക്ക് ആണെന്ന് മനസ്സിലായാൽ ആ മെത്തേഡ് സെലക്ട് ചെയ്യുക. എത്ര കൂട്ടണം എന്നൊക്കെ ഉള്ളതൊക്കെ ആലോചിക്കുക. ഓണം എക്സാമിന് ഉണ്ടായിരുന്ന പാഠഭാഗമാണ്. സാർ അതൊന്ന് എനിക്കൊന്ന് ഡിസ്പ്ലേ ഇട്ട് തരുമോ അബി സാറേ? എത്ര പേരുടെ കഴിഞ്ഞു? കഴിഞ്ഞു ഒരു ടാറ്റ കാണിക്കാം. വെരി ഗുഡ്. താഴേക്ക് ബ്രാഞ്ച് വരച്ചാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല കേട്ടോ. ഒന്നില്ലെങ്കിൽ മുകളിൽ അല്ലെങ്കിൽ താഴേക്ക് വരച്ച് ഒരു കുഴപ്പമില്ല.
കുറച്ച് പേരുടെ കഴിഞ്ഞെന്ന് പറഞ്ഞ ഡാറ്റ ആൻസർ നമുക്ക് നോക്കാം. നോക്കി കഴിയാത്തവരുണ്ടെങ്കിൽ നോക്കി. ഫസ്റ്റ് ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ക്വസ്റ്റ്യനൊക്കെ ആയിരിക്കും ഫസ്റ്റ് ടൈമിൽ നിന്നൊക്കെ നമുക്ക് ചോദിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കോൺഫിഗറേഷൻ എഴുതാം. 1s2 18 എണ്ണം അല്ലേ? 1s2 2s2 2p6 3s2 3p6 അല്ലേ? കോൺഫിഗറേഷൻ ശരിയായിട്ടുണ്ടെങ്കിൽ മേ ബി നമുക്കൊരു അരമാർക്ക് ടീച്ചർ ഇട്ട് തരായിരിക്കും, എനിക്കറിയില്ല. നമുക്ക് നോക്കാം. എന്തായാലും പീരീഡ് പി, ഏറ്റവും വലിയ ഷെൽ നമ്പർ നോക്കാം. ഇവിടെ 1 ഉണ്ട്, ദെൻ 2 ഉണ്ട്. 2 തന്നെ 2 തവണ എങ്ങനെ ആയിക്കോട്ടെ. പിന്നെ 3 ഉണ്ട്. അപ്പൊ പീരീഡ് എന്ത് വരും? 3 വരും. പീരീഡ് 3 വരും. എല്ലാം കഴിഞ്ഞിട്ട് സാറ് നോക്കാം എത്ര പേര് ശരിയായെന്ന്. പീരീഡ് 3. ലാസ്റ്റ് ഇലക്ട്രോൺ പോയി ഫില്ലായിരിക്കുന്ന, അവസാന ഇലക്ട്രോണുകൾ പോയി 6 ഇലക്ട്രോൺ ആണ്. ലാസ്റ്റ് ഇലക്ട്രോൺ പോയി ഫില്ലായിരിക്കുന്നത് ഏത് മുറിയിലേക്കാണ്? പിയിലേക്കാണ്. അപ്പൊ ബ്ലോക്ക് ഏത് വരും? ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ആയിരിക്കുന്നതാണ് ബ്ലോക്ക്. ആ ബ്ലോക്ക് എന്ത് വരും? പി ആണ് ബ്ലോക്ക്. പി ബ്ലോക്ക് ആണെന്ന് മനസ്സിലായി. പി ബ്ലോക്ക് ആണെന്ന് മനസ്സിലായി. പി ബ്ലോക്ക് ആണെങ്കിൽ ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? അവസാനത്തെ നമ്പർ ഓഫ് ഇലക്ട്രോൺസിനോടൊപ്പം എത്ര കൂട്ടണം? 12 കൂട്ടണം അല്ലെ? 6 + 12. ഓർമ്മ കിട്ടാൻ വേണ്ടി തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ ഇട്ടത്. പി ബ്ലോക്ക് ആണെങ്കിൽ ഞാൻ ലാസ്റ്റ് നമ്പർ ഓഫ് ഇലക്ട്രോൺസിനോടൊപ്പം 12 കൂട്ടണം. 6 + 12 18 ഇവന്റെ ഗ്രൂപ്പ്. മൂന്നും ശരിയായവർ. വെരി ഗുഡ്. ഒരു ക്വസ്റ്റ്യൻ കൂടി, ഈ മാതൃകയിലുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയേ ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് വേറൊരു ക്വസ്റ്റ്യൻ കൂടി തരും. ഈ മാതൃകയല്ല, വേറെ ടോപ്പിക്ക്. FE 26 ഗ്രൂപ്പ് പീരീഡ് ബ്ലോക്ക് കണ്ടുപിടിക്കുക. വേറെ ബ്ലോക്കാണ് സാർ ഇട്ടിരിക്കുന്നത്, വേഗം കണ്ടുപിടിക്കുക. വിച്ച് ഈസ് ദ മെറ്റൽ ഓക്സിഡൈസ്ഡ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി ചെയ്യാമോ? ഏത് ചാപ്റ്റർ ആണ് ഉദ്ദേശിച്ചത്? ഒന്ന് മെസ്സേജ് ഇട്ടടാ. എന്തോ? 3 ഉം 5 അല്ലോ പറഞ്ഞ? കഴിഞ്ഞോ? കഴിഞ്ഞു. അപ്പോൾ സാറ് എഴുതാ, ജസ്റ്റ് കോൺഫിഗറേഷൻ എഴുതാ, എന്നിട്ട് 3 കാര്യങ്ങൾ ചോദിക്കുന്നുള്ളൂ. ഓക്കെ, 1s2 2s2 2p6 3s2 3p6 4s2 2 4 10 12 18 20 3d6 വരും. ഓക്കെ, ഒരാളെ വിളിച്ചോ പറയണമെന്നുള്ളത്. സാറ് സെക്കൻഡ് ID ഫസ്റ്റ് റോ, സെക്കൻഡ് വൺ. വിളിച്ചോ. ആരാണ്? ഗൗരി നന്ദ, പറഞ്ഞോ. ഇവിടത്തെ ഗ്രൂപ്പ് ഏതാണ്? ഗ്രൂപ്പ് എത്രയാണ്? എത്രയാണ്? പറഞ്ഞോ, ഗ്രൂപ്പ് എത്രയാണ്? ഗ്രൂപ്പ് 8 ഗ്രൂപ്പ്. എല്ലാവരും ഒന്ന് നോക്കി, പറഞ്ഞത് ശരിയാണ്. അതായത്
ഡി ബ്ലോക്ക് ആണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആൾ. അപ്പോൾ ഈ 6ഉം ഈ 2ഉം തൊട്ട് മുന്നേ ഉള്ള ഷെല്ലിലെയും ഈ അവസാന ഷെല്ലിലെയും ഇലക്ട്രോണുകൾ തമ്മിൽ കൂട്ടുക, 6ഉം ആ 2ഉം തമ്മിൽ കൂട്ടുക. അപ്പൊ ഗ്രൂപ്പ് നമ്പർ എന്ത് വരണം? ഡി. സോറി 8. ഡി ബ്ലോക്ക് ആയതുകൊണ്ട് ഈ മെത്തേഡ്. ബ്ലോക്ക് ഏതാണ്? ഡി ബ്ലോക്ക് ആണ് അല്ലെ? ഡി ബ്ലോക്ക്. ഇനി പീരീഡ് പറഞ്ഞേ, പീരീഡ് ഫോർത്ത് പീരീഡ്. നോക്കേ, ഏറ്റവും വലിയ ഷെൽ നമ്പർ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. ഇവിടെ 4 ഏറ്റവും വലിയ ഷെൽ നമ്പർ എടുക്കണം 4. 3ഉം ശരിയായവർ ടാറ്റ കാണിക്കുക, 3ഉം ശരിയായവർ ടാറ്റ കാണിക്കുക. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തരുന്നു. MnO2 Mn2O7 ഈ രണ്ട് ചോദ്യങ്ങൾ ഫസ്റ്റ് പാർട്ടിൽ നിന്നുള്ളതാണ്. രണ്ട് ചോദ്യങ്ങളിലും Mnന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുക. ഓടെ വേണമെങ്കിൽ തരാം. ഓയുടെ -2 ആണ്. ഓയുടെ വേണമെങ്കിൽ തരുന്നു -2. രണ്ടെണ്ണത്തിലും Mnന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്തുക. വേഗം കണ്ടെത്തുക. ഒരാൾ താടി കൈ കൊടുത്തിരിക്കുന്നു. ഇത് കഴിഞ്ഞവരൊന്ന് കൈവീശ. എക്സ് വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. 9ന്റെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഇതേ ചോദ്യങ്ങളാണ് ഇപ്പൊ കിടക്കുന്ന ന്യൂ സിലബസ് പ്രകാരമുള്ള ടെക്സ്റ്റ് ബുക്കിൽ. വിളിച്ചു. ആരാണ്? പറഞ്ഞോ. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എത്രയാണ്? +4. സെക്കൻഡ് ക്വസ്റ്റ്യനിലോ +7. രണ്ടും ശരിയാണ്. ഏതെങ്കിലും ഒരെണ്ണം ചെയ്ത് കാണിക്കുക, ഇത് ചെയ്ത് കാണിക്കുക. സാറ് നോക്കേ, Mn2 ഉണ്ട് ഇവിടെ. ഒരു Mnന്റെ ആണ് വേണ്ടത്. അവിടെ ഇരിക്കും കുറച്ച് പേരുടെങ്കിലും തെറ്റിയിട്ടുണ്ടാവണം. 14 എഴുതി വെച്ചിട്ടുണ്ടാവും. Mnന്റെ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് അറിയാത്തതുകൊണ്ട് ഇവന്റെ എക്സ് ആയിട്ട് എടുക്കാം. ഇവന്റെ നമുക്ക് അറിയാം ഓട് എത്രയാണ്? -2. അപ്പോ രണ്ടുപേരുടെയും ഓക്സിഡേഷൻ നമ്പറുകൾ തമ്മിൽ കൂട്ടിയാൽ ഉത്തരം എത്രയായിരിക്കണം? 0 ആയിരിക്കണം അല്ലെ? ഉത്തരം എത്രയായിരിക്കണം? 0 ആയിരിക്കണം. അതാണ് റൂള്. അപ്പോ Mnന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ 2 Mn ഉള്ളത് കൊണ്ട് 2 × x എന്ന് എഴുതി പ്ലസ് ഇവിടെ ഓക്സിജൻ എത്ര എണ്ണമുണ്ട്? 7 എണ്ണമുണ്ട്. ഒരു ഓക്സിജന്റെ ആണ് -2. 7 ഓക്സിജന്റെ ആകുമ്പോൾ 7 × -2 ചെയ്യണം. 7 പേരുടെ നമുക്ക് എടുക്കണം. അപ്പൊ എല്ലാം കൂടി കൂട്ടുമ്പോൾ ആൻസർ എത്ര കിട്ടണം? 0. 2 × x എത്രയാണ്? 2x പ്ലസ് 7 × -2 എന്ന് പറയുമ്പോൾ -14 സമം എന്ത് വരുന്നു? 0. 2x ഇവിടെ നിർത്തുന്നു. -14നെ = ചിഹ്നത്തിന്റെ ഇപ്പുറത്തേക്ക് എടുക്കുന്നു. അപ്പൊ എന്തായി മാറുന്നു? +14 ആകുന്നു. ഇപ്പൊ നമുക്ക് എന്ത് വരെ കിട്ടിയിട്ടുണ്ട്? 2x = 14. അതായത് ഈ 2 Mnന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ 14. ഒരെണ്ണത്തിന്റെ എടുക്കാൻ എന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷനിൽ ഗുണനത്തിൽ കിടക്കുന്ന 2നെ തൊട്ടപ്പുറത്തേക്ക് എടുക്കുമ്പോൾ അതെന്താവും? ഡിവിഷൻ ആവും. അപ്പൊ x = 14 ഡിവൈഡഡ് ബൈ 2 സമം +7. എത്ര പേരുടെ ശരിയായി? ടാറ്റ കാണിച്ച്. എനിക്ക് തോന്നുന്നു ഓണത്തിന് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായില്ലെന്ന് തോന്നുന്നു. ഓണത്തിന്. ഓക്കെ. ഇനി ഫസ്റ്റ് ചാപ്റ്റർ സാറ് അത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ. വേണമെങ്കിൽ Fe2+ കൂടി വേണമെങ്കിൽ ചെയ്യാം. വേണ്ട. ഓക്കെ. ഇനി ഫിഫ്ത്ത് ചാപ്റ്റർ എടുക്കാം. 5ാമത്തെ ചാപ്റ്റർ റിവേഴ്സ് ഓർഡറിൽ തന്നെ പോട്ടെ. 5ാമത്തെ ചാപ്റ്റർ
അഞ്ചാമത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മളുടെ അമോണിയയുടെ ഒക്കെ തന്നെ ചാപ്റ്റർ, അമോണിയ സൾഫ്യൂരിക് ആസിഡിന്റെ ഒക്കെ ചാപ്റ്റർ തന്നെ. ഓക്കെ, ഇന്നലെ എഴുതിച്ചതാണ് എങ്കിലും പക്ഷെ മക്കളോട് ഒന്നുകൂടി എഴുതാൻ പറയുന്നു. ഒരു ക്വസ്റ്റ്യൻ സാർ അങ്ങനെ വീണ്ടും എഴുതാൻ പറയുന്നത് NH4Cl CaOH2 തമ്മിലുള്ള റിയാക്ഷൻ എഴുതുക. ഇന്നലെ ജൂഡ ആരോ ആയിട്ടാണ് ഇത് പറഞ്ഞു തന്നത്. 2NH4Cl plus CaOH2 ഇതിന്റെ ഫുള്ള് പറഞ്ഞുതരാം. ബാക്കി ഫില്ല് ചെയ്യാൻ അമോണിയം ക്ലോറൈഡും കാൽഷ്യം ഹൈഡ്രോക്സൈഡും തമ്മിലുള്ള റിയാക്ഷൻ ഇതിന്റെ കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ദ റിയാക്ഷൻ പരീക്ഷയ്ക്ക് ചോദിക്കട്ടെ. എത്ര പേരുടെ കഴിഞ്ഞു? ഒരാൾ അതിന്റെ ആൻസർ പറയാൻ. സാറേ ഒരാളെ വിളിച്ചേ. കുറച്ച് നേരം ഇൻട്രാക്ഷൻ വെച്ചിട്ട് ഒരാളെ വിളിച്ചോ. അല്ലൻ പറഞ്ഞോ മോനെ. ഗുഡ് മോർണിംഗ് അലൻ, പറഞ്ഞോ. CaCl2 2H2O 2NH3. വെരി ഗുഡ്. എല്ലാവരും ശരിയായെങ്കിൽ ടാറ്റ കാണിച്ചു. ഇത് മാത്രമുണ്ടോ സാർ ഒന്ന് ബൈ ഹാർട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി. NaCl plus H2SO4 ഇത് നമ്മൾ റിയാക്ഷൻ വിത്ത് സോൾട്ട് എന്ന് പറയുന്നതാണ്. ഒന്ന് ശ്രദ്ധിച്ച് എഴുതി തീർക്കല്ലേ. നമ്മളുടെ സൾഫ്യൂരിക് ആസിഡ് ചില സോൾട്ടുകൾ, 2 സോൾട്ടുകളാണ് നമ്മൾ പഠിക്കുന്ന, സോൾട്ടുകളുമായി റിയാക്ട് ചെയ്യുമ്പോൾ ഈ സോൾട്ടിൽ നിന്നും പുതിയൊരു ആസിഡിനെ ഉണ്ടാക്കിയെടുക്കും, പുതിയ വൊളാറ്റൈൽ ആസിഡ്സിനെ രൂപീകരിക്കും അല്ലെ. ഇത് റിയാക്ഷൻ കഴിയുമ്പോൾ നമുക്ക് ഈ സൈഡിൽ ഒരു ആസിഡ് കിട്ടും. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസും ഒന്നുകൂടി എഴുതാം. ഇക്വേഷൻസ് ആയതുകൊണ്ടാണ് സാർ ഇങ്ങനെ രണ്ടാമത് എഴുതിക്കുന്നത്. KNO3 plus H2SO4 മക്കൾ ഇന്നലെ ചെയ്തതാണ്. ഇന്നലെ സാറ് കൂടി ചെയ്ത് കാണിച്ചിരുന്നു, ഇന്ന് സാറ് ചെയ്യുന്നില്ല. വേഗം ഫില്ല് ചെയ്യുക. എസ്റ്റർഡേ കയറാത്ത കുറെ പേരുണ്ട്, വേഗം ഫില്ല് ചെയ്യുക. പ്രോഡക്റ്റ് എന്തായാലും സാറ് ഫില്ല് ചെയ്യും, ഒരാളായിരിക്കും പറഞ്ഞു തരുന്നത്. ഇതിൽ രണ്ടിലും ആസിഡുകൾ ഫോം ചെയ്യും. ഓക്കെ സാർ, ഒരാള് എനിവൺ? സൈറ പറഞ്ഞോ. ഗുഡ് മോർണിംഗ്, പറഞ്ഞോ. NaHSO4 plus HCl. അടുത്ത ആള്. വെരി ഗുഡ്. അടുത്ത ആള് സാറേ, വേഗം. ഏബൽ പറഞ്ഞോ. ഗുഡ് മോർണിംഗ്, പറഞ്ഞോ. KHSO4 plus HNO3. ഇന്നലെ നമ്മൾ പറഞ്ഞപ്പോൾ ഇവിടെ മെറ്റീരിയലിൽ ഇന്നലെ ഉണ്ടാവാതിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കാം. മെറ്റീരിയലിൽ ഇവിടെ KNO3 എന്നാണ് കിടക്കുന്നതെങ്കിൽ അത് വിട്ട് HNO3 ആക്കുക. മെറ്റീരിയലിൽ ചെറിയൊരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, അത് HNO3 ആക്കുക. ഇത് നൈട്രിക് ആസിഡ്, ഇത് ഹൈഡ്രോക്ലോറിക് ആസിഡ്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ പേരൊക്കെ വെച്ച് വരും കേട്ടോ. എങ്ങനെയാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാക്കിയെടുക്കുന്നത്? സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ച്. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ മൊത്തം എഴുതി വെക്കുക. അല്ലെങ്കിൽ എങ്ങനെയാണ് നൈട്രിക് ആസിഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്? എന്തുപയോഗിച്ച്? സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ച്. അപ്പോൾ ഈ ഇക്വേഷനായിട്ട് എഴുതി വെക്കാം. ഓക്കെ, സിമ്പിൾ.
വെരി സിമ്പിൾ. ഇനി ഇന്നലെ ഡിസ്കസ് ചെയ്യാത്ത വേറൊരു കാര്യം നമ്മൾ നോക്കുന്നു ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ നോക്കുന്നു. ഓക്കെ, H2 plus I2 gives 2HI. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. H2 plus I2 gives 2HI. കഴിഞ്ഞ വർഷം ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുമെന്ന് കരുതണില്ല. H2 plus I2 gives 2HI. ഇവിടെ പ്രഷറിന് റോൾ ഉണ്ടോ ഇല്ലയോ അതിന്റെ കാരണം വ്യക്തമാക്കണം. എഴുതണം, എഴുതി പ്രൂവ് ചെയ്യണം. ഒന്ന് എഴുതി പ്രൂവ് ചെയ്യും. എന്തോ H2 പ്ലസ് I2 2HI. ഇവിടെ പ്രഷർ, മർദ്ദം, പ്രഷറിന് റോളുണ്ടോ, മർദ്ദത്തിന് റോളുണ്ടോ ഇല്ലയോ, എന്തുകൊണ്ട്, ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്, ഇല്ലെങ്കിൽ എന്തുകൊണ്ട്, വേഗം അത് എഴുതി പ്രൂവ് ചെയ്യണം കേട്ടോ. വായ കൊണ്ട് പറഞ്ഞാൽ പോരാ, എഴുതി പ്രൂവ് ചെയ്യണം. കഴിഞ്ഞിട്ടുണ്ടാവും. ക്ലാസ് എടുത്ത സമയത്ത് നമ്മളിത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. സാറേ നമ്മളുടെ സ്ലൈഡുകൾ ഒന്ന് എടുക്കോ. അതില് 5th ചാപ്റ്റർ എടുക്കോ സാറേ. മുകളിലേക്ക് അപ്പ് സ്ലോലി ഡൗൺ. ഇല്ല, ഗാലറി തന്നെ മതി. ഞാൻ കണ്ട് 52 ഒന്ന് എടുത്തിരുന്നേ. 52 ഇതല്ല, മുകളിൽ. ഒരാൾ അൺമ്യൂട്ട് ചെയ്തേ. ഇവിടെ പ്രഷറിന്, ഈ ഒരു സിസ്റ്റത്തിൽ പ്രഷറിന്, മർദ്ദത്തിന് എന്തെങ്കിലും റോൾ ഉണ്ടോ? പ്രഷർ കൂട്ടിയാൽ എന്തെങ്കിലും സംഭവിക്കോ, പ്രഷർ കുറച്ചാൽ എന്തെങ്കിലും സംഭവിക്കുമോ? സാർ ആരാണ് പറയാൻ പറഞ്ഞ? ആഞ്ചലോ പറഞ്ഞോ. ആഞ്ചലോ, ഈ ഒരു സിസ്റ്റത്തിൽ പ്രഷറിന് എന്തെങ്കിലും റോൾ ഉണ്ടോ? ആഞ്ചലോ പറഞ്ഞോ. ക്വൈ നമ്പർ ഓഫ് ഗേഷ്യസ് മോളിക്യൂൾസ്, അവരുടെ മോളുകളുടെ എണ്ണം റിയാക്ടന്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും ഈക്വൽ. വെരി ഗുഡ് ആഞ്ചലോ. നോക്കേ, അവൻ പറഞ്ഞത് ഞാനൊന്ന് എഴുതി പ്രൂവ് ചെയ്യുന്നു. നോക്കേ, ഹൈഡ്രജൻ ഇവിടെ എത്ര മോളാണ്? ഇവിടെ ഒരു 1 ഉണ്ട് അല്ലെ, അവിടെ 1 മോൾ. അയോഡിൻ എത്ര മോൾ ഉണ്ട്? ഇവിടെ ആക്ച്വലി ഒരു 1 ഉണ്ട്. കോഎഫിഷ്യന്റ് 1 ആയതുകൊണ്ട് എഴുതി കാണിക്കത്തില്ല. 1 മോൾ. ഇവിടെ കോഎഫിഷ്യന്റ് എത്രയാണ്? 2 മോൾ. അതായത് റിയാക്ടന്റ് സൈഡിലും 2 മോള്, പ്രോഡക്റ്റ് സൈഡിലും 2 മോള്. മോളുകളുടെ എണ്ണം കുറയുന്ന റിയാക്ഷൻസ് ഇല്ല. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചിട്ടുള്ള N2 + 3H2 4 മോള് 2 മോളായി മാറുന്നതാണ്. ഇവിടെ 2 സൈഡിലും എത്ര മോള് തന്നെ? 2 മോള് തന്നെ. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിൽ പ്രഷർ ഇൻക്രീസ് ചെയ്തത് കൊണ്ടോ പ്രഷർ ഡിക്രീസ് ചെയ്തത് കൊണ്ടോ ഒരു എഫക്റ്റും ഇല്ല. അപ്പൊ ഈ ഒരു സിസ്റ്റം ആലോചിച്ച് വെക്ക. ഓക്കെ ആണെങ്കിൽ ടാറ്റ കാണിക്കാം. ഇനി സാറേ ആ ഫിഗർ ഒന്ന് ഡിസ്പ്ലേ ചെയ്തേ. ഒരു ഗ്രാഫ് ഞാൻ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഗ്രാഫാണ്. കെമിക്കൽ ഇക്വിലിബ്രിയത്തിന്റെ ഗ്രാഫാണ് അല്ലെ. ഗ്രാഫാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു വർഷം ചോദിച്ച ഒരു കാര്യമാണ്. ഒരു വർഷം SSLC എക്സാമിനെ ചോദിച്ചൊരു കാര്യം. ഇവിടെ എയും ബിയും, അല്ലെങ്കിൽ എ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു, ബി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാർക്ക് ചെയ്തിരിക്കുന്നു. അപ്പൊ സാറ് എളുപ്പത്തിന് വേണ്ടിയിട്ട് സാർ ഇതൊന്നും എടുത്ത് വരയ്ക്കുകയാണ്. ഇങ്ങനെ വരക്കുന്നു. സാറ് കൊണ്ടുവന്നിരിക്കുന്ന ഗ്രാഫിൽ മാർക്കിങ്സ് ഇല്ലാത്തത് കൊണ്ട് നോക്കിക്കോ. ഇങ്ങനെ ഇവിടെ സി, ഇത് എ, ഇത് ബി, ഇവിടെ സി. ഓക്കെ, സാറ് ഫിഗർ കളഞ്ഞു. ഇവിടെ ടൈം, ഇവിടെ റേറ്റ്, ഇങ്ങനെയാണ് തന്നിരുന്നത്. ഓക്കെ,
എന്തുമായി ബന്ധപ്പെട്ട ഗ്രാഫാണ് നമുക്കറിയാം? കെമിക്കൽ ഇക്വിലിബ്രിയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഗ്രാഫാണ് അല്ലെ, രാസസന്തുലനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഗ്രാഫാണ്. 2020 ഈ ഗ്രാഫ് അങ്ങ് തന്നിട്ട് അവർ നമ്മളോട് ചോദിച്ചത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: എ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് എന്താണ്, ബി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് എന്താണ്, സി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് എന്താണ്? ഒന്നെഴുതിക്കേ. എ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഗ്രാഫിന്റെ കർവ്, ബി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഗ്രാഫിന്റെ കർവ്, സി എന്തിനെ സൂചിപ്പിക്കുന്നു? പറഞ്ഞുതരാം. ഇന്നലെ അത് ഒന്നുകൂടി ചോദിക്കണ്ടായില്ലേ? ഇന്നലെയും അത് ഒന്നുകൂടി ചോദിച്ചായിരുന്നു സാറ്. പിന്നെ നമ്മുടെ സമയക്കുറവ് മൂലമാണ് നമ്മൾ ചെയ്യാൻ. ഓക്കെ, കഴിഞ്ഞിട്ടുണ്ടാവുമല്ല. ഒരാൾ പറഞ്ഞു തരാൻ വരണം. സാർ ഒരാളെ വിളിച്ചോ. ആൻസി പറഞ്ഞോ. എ എന്താണ്? എ ബാക്ക്വേർഡ് റിയാക്ഷൻ. ടെക്സ്റ്റിൽ അങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത്? സാറ് ടെക്സ്റ്റ് നോക്കി പറഞ്ഞാൽ മതി. ടെക്സ്റ്റിൽ അങ്ങനെയല്ല കൊടുത്തേക്കണ. ബാക്ക്വേർഡും ബി ഫോർവേഡ് റിയാക്ഷൻ, സി ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. ടെക്സ്റ്റിൽ എന്താണോ ഫോളോ ചെയ്തിരിക്കുന്നത് അത് തന്നെ മതിയാവും കേട്ടോ. ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് കൊടുക്കുന്നു. അത് മനസ്സിലായല്ല? ഈ രണ്ട് റിയാക്ഷന്റെയും റേറ്റ് ഈക്വൽ ആയി തുടങ്ങുന്ന ഇവിടെ മുതൽ അത് ഏത് സ്റ്റേറ്റിലാണ്? ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ആണ്. എന്ത് അവസ്ഥയായിരുന്നു? രാസസന്തുലന അവസ്ഥ. ഇനി ഇന്നലെ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് പഠിപ്പിച്ചപ്പോൾ സാർ ആ ഇക്വിലിബ്രിയം സ്റ്റേറ്റിന്റെ ആ പോയിന്റ്സ് ഒന്ന് കാണിച്ച്. ഇപ്പൊ സാർ എടുത്തു വെച്ചിരിക്കുന്ന സ്ലൈഡ് തന്നെ, നിലവിൽ എടുത്തു വെച്ചിരിക്കുന്നു തൊട്ടടുത്ത സ്ലൈഡ് 53rd വൺ. ഇന്നലെ എന്ത് കാണിച്ചപ്പോ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് കാണിച്ചു, 4 സ്റ്റേറ്റ്മെന്റും കാണിച്ചു. എന്നിട്ട് സാറ് പറഞ്ഞു ഇത് ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്നാണ് സാറ് പറഞ്ഞേ. ആരെയാണ്? ഇന്നലെ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞേ ഇത് 4ഉം പഠിച്ചിട്ട് ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ വരുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഏത് രീതിയിൽ? ഒരാളെ വിളിച്ചേ. ഈ സൈഡിൽ നിന്ന് വിളിച്ചു സാറേ. ബിൻ സാറിന്റെ ഫ്രണ്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചേ? ആദിത്യൻ പറഞ്ഞേ ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ വരാമെന്ന് പറഞ്ഞത്? റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ഇതിൽ നിന്ന് തെരഞ്ഞെടുക്കാൻ, അല്ലെങ്കിൽ ഇതിനകത്ത് തെറ്റായിട്ട് തരും. അപ്പൊ ഒരു വർഷം 2020 തന്നെ ഇവിടെ ഡൈനാമിക് എന്ന് എഴുതി കൊടുത്ത് സ്റ്റാറ്റിക് ആക്കി തന്നിരുന്നു. അപ്പൊ അത് തെറ്റാണ്, അത് തെരഞ്ഞെടുക്കാൻ പാടില്ല. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ്സ് 4 ഒന്നുകൂടി വായിച്ച് സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കും തരുന്നത്. തെറ്റുള്ള സ്റ്റേറ്റ്മെന്റുകൾ തരും, തെറ്റായ പ്രസ്താവനകൾ തരും, അതിൽ നിന്നും ശരിയായത് തെരഞ്ഞെടുക്കണം. കെമിക്കൽ ഇക്വിലിബ്രിയം ഒന്നുകൂടി വായിക്കുക, പോയിന്റുകൾ ഒന്നുകൂടി വായിക്കുക. ജസ്റ്റ് ഒന്ന് ഓടിച്ചു വായിച്ചാൽ മതി. മലയാളവും സാറ് ഡിസ്പ്ലേ ചെയ്യുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും മെറ്റീരിയലിലൊക്കെ നോക്കിയിട്ട് മലയാളം ഒന്ന് ഡിസ്പ്ലേ ഇട്ടോ സാറേ. പറഞ്ഞോ. 6ാമത്തെ ഇതിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് സാധ്യത കുറവാണ്. പേടിച്ചോയി സാർ. പെട്ടെന്നൊരു സാറ് ആരാണ്? വായിച്ചല്ല, എല്ലാവരും വായിച്ചല്ല. ഓക്കെ, സ്ക്രീൻ ഒന്ന് ഡ്രോപ്പ് ചെയ്തേ. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചു. നമുക്ക് ടെമ്പറേച്ചറിന്റെ ചോദിക്കാനുണ്ട്. ഇന്നലെയും ചോദിച്ചിരുന്ന ഒരാള്, പിന്നെ നമുക്ക് 2 തവണ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയം ഇന്നലെ നമുക്കുണ്ടില്ല. ഓക്കെ, N2 plus 3H2 gives 2NH3. ഇതായിരുന്നു നമ്മളുടെ സിസ്റ്റം ഇക്വേഷൻ. ഓക്കെ, ഇത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. ഇതാണ് ഹെയ്ബർ പ്രോസസ്സ് കേട്ടോ. N2 plus 3H2 gives 2NH3. ഇതാണ് നമ്മളുടെ ഹെയ്ബർ പ്രോസസ്സിന്റെ സമവാക്യം വരുന്നത്. ഇനി
ഈ ഒരു ഇക്വേഷനിൽ ഒരു കാര്യം കൂടി ഉണ്ടാവും, പ്ലസ് ഹീറ്റ് എന്ന് കൂടി ഉണ്ടാവും. ഹീറ്റ് എന്നാൽ താപം. നോക്കിക്കോ, അതായത് ഈ റിയാക്ഷൻ നടക്കുമ്പോൾ പ്രോഡക്റ്റ് സൈഡിൽ ഉൽപ്പന്നങ്ങളുടെ വശത്ത് എന്തുണ്ടാകുന്നുണ്ട്? ഹീറ്റ് ഉണ്ടാകുന്നുണ്ട്, താപം ഉണ്ടാകുന്നുണ്ട്. അതായത് ഇവിടെ ഫോർവേഡ് റിയാക്ഷൻ നടക്കുന്നത് മൂലമാണല്ലോ നമുക്ക് പ്രോഡക്റ്റ് കിട്ടുന്നത്, അല്ലെ? ഫോർവേഡ് പുരോപ്രവർത്തനം നടക്കുമ്പോഴാണ് പ്രോഡക്റ്റ് കിട്ടുന്നത്. അപ്പോൾ പ്രോഡക്റ്റിനോടൊപ്പം നമുക്ക് എന്തും കിട്ടുന്നുണ്ട്? ഹീറ്റും കിട്ടുന്നുണ്ട്. അതായത് ഈ റിയാക്ഷനിൽ ഫോർവേഡ് റിയാക്ഷൻ നടക്കുമ്പോൾ ഹീറ്റ് ലഭിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഫോർവേഡ് റിയാക്ഷൻ മലയാളത്തിൽ പുരോപ്രവർത്തനം, പുരോ എന്ന് മാത്രം എഴുതുന്നുള്ളൂ, പുരോപ്രവർത്തനം ഇവിടെ എക്സോ ആണ്. എന്താണ് ഈ എക്സോ? എക്സോതെർമിക് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ ഹീറ്റ് റിലീസ് ചെയ്യുന്ന, താപം മോചിപ്പിക്കുക. ഇത് ക്ലാസ് എടുത്തപ്പോൾ മോചിപ്പിക്കുക, ജയിൽ പുള്ളികളെ മോചിപ്പിച്ചു പുറത്തേക്ക് വിടുന്ന താപമോചകം എന്ന് മതി. ഇവിടുത്തെ ഫോർവേഡ് റിയാക്ഷൻ എന്താണ്? താപമോചകമാണെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്തായിരിക്കും? ഇത് എക്സോ ആണെങ്കിൽ ബാക്ക്വേർഡ് എന്തായിരിക്കും? എൻഡോതെർമിക്. എന്താണ് ഈ എൻഡോതെർമിക്? ഹീറ്റ് അബ്സോർബ് ചെയ്യും, ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്ന, താപം ആഗിരണം ചെയ്യും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഹീറ്റ് വർദ്ധിപ്പിക്കുന്നു. ഇപ്പൊ ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ പ്രകാരം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ സിസ്റ്റത്തിനെ സംബന്ധിച്ച് നമ്മുടെ ക്ലാസ്സിൽ ചൂട് കൂടിയാൽ, നട്ടുച്ച 1 മണിയാവുമ്പോൾ ചൂട് കൂടിയാൽ അവിടെ ഇരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് എന്ത് ചെയ്യണം? ചൂടൊന്ന് കുറയ്ക്കണം. അപ്പൊ ലീഡറിനോടോ തൊട്ടപ്പുറത്തിരിക്കുന്ന സ്വിച്ചിനടുത്തിരിക്കുന്നവനോടോ നമ്മൾ എന്ത് പറയും? ഫാൻ ഒന്ന് ഇടാൻ പറയും, അല്ലെ? ക്ലാസ്സിലെ ടെമ്പറേച്ചർ ഒന്ന് കുറയ്ക്കാൻ ജനലൊക്കെ നമ്മൾ തുറന്നിടുന്നു, ഫാനുകളൊക്കെ നമ്മൾ ഇടുന്നു, വെള്ളമൊക്കെ എടുത്ത് കുടിക്കുന്നു. നമുക്ക് ആ ഫീല് നമുക്ക് കുറയ്ക്കണം. അതേപോലെ സിസ്റ്റത്തിനും ഈ ടെമ്പറേച്ചർ കുറയ്ക്കണം. നമ്മൾ ഫാൻ ഇട്ട് ടെമ്പറേച്ചർ കുറയ്ക്കുന്ന പോലെ ഈ സിസ്റ്റത്തിൽ ടെമ്പറേച്ചർ കൂട്ടിയാൽ ടെമ്പറേച്ചർ കുറയ്ക്കണം. അപ്പൊ സിസ്റ്റം നോക്കുമ്പോൾ ടെമ്പറേച്ചറിനെ വലിച്ചെടുക്കാൻ പറ്റിയ റിയാക്ഷൻ, അതായത് എൻഡോതെർമിക് റിയാക്ഷൻ ഏതാണെന്ന് നോക്കും. ഈ ഒരു സിസ്റ്റത്തിൽ എൻഡോതെർമിക് റിയാക്ഷൻ, താപം ആഗിരണം ചെയ്യുന്ന പ്രവർത്തനം ഏത് റിയാക്ഷനാണ്? ബാക്ക്വേർഡ് റിയാക്ഷനാണ്. അപ്പൊ സിസ്റ്റം എന്ത് ചെയ്യും? ബാക്ക്വേർഡ് റിയാക്ഷൻ പാശ്ചാത് പ്രവർത്തനത്തിന്റെ റേറ്റ് അങ്ങ് കൂട്ടും. അതിന്റെ റേറ്റ് കൂട്ടും. കാരണം ബാക്ക്വേർഡ് റിയാക്ഷൻ എന്താണ്? എൻഡോതെർമിക് ആണ്. ഇതിന്റെ റേറ്റ് കൂടുമ്പോൾ ഈ ടെമ്പറേച്ചർ മൊത്തം ആര് വലിച്ചോളും? ആ റിയാക്ഷനോടൊപ്പം ടെമ്പറേച്ചർ മൊത്തം ആര് വലിച്ചെടുക്കും? ഈ ബാക്ക്വേർഡ് റിയാക്ഷനിലൂടെ കുറഞ്ഞു കിട്ടും. ഇതാണ് അവിടുത്തെ രീതി. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ടാറ്റ കാണിച്ചേ. അപ്പൊ ബാക്ക്വേർഡ് റിയാക്ഷൻ എൻഡോ ആണെന്ന് ഓർത്തിരിക്കാം. ഇനി ഒന്ന് ആലോചിച്ചു നോക്കേ, വേറൊരു കാര്യം കൂടി, വേറെ ഇതിനകത്ത് ആഡ് ഓൺ ചെയ്യണമെങ്കിൽ ഒരു കാര്യം കൂടി മക്കൾ ആലോചിച്ചു നോക്കേ. ബാക്ക്വേർഡ് റിയാക്ഷൻ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മളുടെ പ്രോഡക്റ്റ് മുഴുവനും, നമ്മളുടെ അമോണിയ എന്നുള്ള പ്രോഡക്റ്റ് മുഴുവനും നമുക്ക് നഷ്ടമാവും, അല്ലെ? ഈ പ്രോഡക്റ്റ് മുഴുവനും എന്തായി പോകും? പ്രോഡക്റ്റ് മുഴുവനും ഈ റിയാക്ടൻസ് ആയി മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ കൂട്ടിയാലും പ്രശ്നമാണ്. അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിൽ പ്രകാരം ബാക്ക്വേർഡ് റിയാക്ഷൻ കൂടുകയും പ്രോഡക്റ്റുകൾ റിയാക്ടൻസ് ആയി മാറുകയും ചെയ്യും. അപ്പോൾ ഈ റിയാക്ഷനിൽ എന്ത് ചെയ്യാൻ പാടില്ല? ടെമ്പറേച്ചർ കൂട്ടാൻ പാടില്ല. യാതൊരു കാരണവശാലും ടെമ്പറേച്ചർ കൂട്ടാൻ പാടില്ല. ടെമ്പറേച്ചർ കുറയ്ക്കാനും പാടില്ല. ടെമ്പറേച്ചർ കുറച്ചു കഴിഞ്ഞാൽ, കൂടുതൽ കാര്യങ്ങളാണ് സാറ് പറയുന്ന, ടെമ്പറേച്ചർ കുറച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സിസ്റ്റം സ്ലോ ആകും. അതുകൂടി നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലും മെറ്റീരിയലിലും എഴുതി വെച്ചിട്ടുണ്ട്. സിസ്റ്റം സ്ലോ ആകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അധികം കൂടുതലുമല്ല അധികം കുറവുമല്ലാത്ത ഒരു ടെമ്പറേച്ചർ അങ്ങ് സെലക്ട് ചെയ്യും. അധികം കൂടുതലുമല്ല അധികം കുറവുമല്ലാത്ത ഒരു ടെമ്പറേച്ചർ നമ്മൾ അങ്ങ് സെലക്ട് ചെയ്യും. അതിനെ നമ്മൾ ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് വിളിക്കും. ഈ പാഠത്തിൽ നമ്മൾ ഒപ്റ്റിമം ടെമ്പറേച്ചർ ആയിട്ട് എടുത്തിരിക്കുന്നത് ആർക്കെങ്കിലും അറിയോ? അധികം കൂടുതലുമല്ല അധികം കുറയുമല്ലാത്ത ഒരു ടെമ്പറേച്ചർ, ഒപ്റ്റിമം ടെമ്പറേച്ചർ.
ഒരു സന്തുലിത താപനില എത്ര ഡിഗ്രി ഈ പാഠത്തിൽ ഈ പോർഷനിൽ ഒന്ന് 450 ആര്യനന്ദൻ ആരാണ് ഇട്ടാക്കണം 450 ഡിഗ്രി സെൽഷ്യസ് സെലക്ട് ചെയ്ത് വെക്കും. ഇതാണ് ഏറ്റവും ഉത്തമമായ താപനില. ഇത് കൂടുതലുമല്ല, ഇത് കുറവുമല്ല. ഈ സിസ്റ്റത്തിനെ സംബന്ധിച്ച് ഏറ്റവും നല്ല ടെമ്പറേച്ചർ 450 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമ്മൾ ഇത് ക്ലാസ് എടുത്തപ്പോൾ സാറ് പറഞ്ഞിരുന്നു, ചില ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നല്ലൊരു ഷെഫാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യും, അതിൽ ഓവനല്ല അല്ലെങ്കിൽ അതിൽ കയ്യിലിരിക്കുന്ന ഒരു സ്മോക്ക് ചെയ്യുന്ന ഒരു മെഷീൻ ആണെങ്കിൽ, അത്യാവശ്യം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മെഷീൻ ആണെങ്കിൽ ഒരു ടെമ്പറേച്ചർ അതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. മെക്കാനിക്കലി അതിനകത്ത് ടെമ്പറേച്ചർ മൈക്രോവേവ് ഓവനൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 45 ഡിഗ്രി അല്ലെങ്കിൽ 40 ഡിഗ്രി 39 ഡിഗ്രി ഇത്ര ഡിഗ്രിയിൽ സെറ്റ് ചെയ്യാൻ വെക്കും. അപ്പോൾ 40 ഡിഗ്രിയിൽ ഒരു അരമണിക്കൂർ നേരം വെച്ച് കഴിയുമ്പോൾ ഒരു പർട്ടിക്കുലർ ഭക്ഷണ സാധനം അത് കുക്ക്ഡ് ആയിട്ട് കിട്ടും. അതേപോലെ സെറ്റ് ചെയ്ത് വെക്കും. എത്ര ടെമ്പറേച്ചർ? 450 ഡിഗ്രി സെൽഷ്യസ് സെറ്റ് ചെയ്ത് വെക്കും. ഒപ്റ്റിമം ടെമ്പറേച്ചർ ഓക്കെ ആണെന്ന് കരുതണം. നിങ്ങൾ ഇത്ര ആലോചിക്കുക, ഇവിടുത്തെ ബാക്ക്വേർഡ് റിയാക്ഷൻ എൻഡോതെർമിക് ആണ്. ടെമ്പറേച്ചർ കൂട്ടിയാൽ ബാക്ക്വേർഡ് റിയാക്ഷൻ കൂട്ടി ടെമ്പറേച്ചർ കുറയ്ക്കും. അത് ആലോചിച്ച് വെക്കാം. ഇത്രേ ഉള്ളൂ. ഓക്കെ 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 ഇനി നമുക്ക് അതിനകത്ത് H2I2 കേസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഇനി ശേഷം നമുക്ക് അധികം കണ്ടുവരാത്ത ഒരു ക്വസ്റ്റ്യൻ, സാറേ ഇതിൻ്റെ ലാസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, വേഗം പറഞ്ഞാൽ മതി. സൾഫ്യൂരിക് ആസിഡിന്റെ പ്രോസസ്സിന്റെ പേരെന്താണ്? വേഗം പറഞ്ഞേ. സൾഫ്യൂരിക് ആസിഡിന്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ, ടാറ്റ കാണിച്ചോ, ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷന്റെ പ്രോസസ്സിന്റെ പേര് സൾഫ്യൂരിക് ആസിഡ്. സാർ ഒരാളെ വിളിച്ച് വേഗം ഒരു 5-6 ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോണ്. ആരാണ്? ദിയ പറഞ്ഞോ. കോണ്ടാക്ട് പ്രോസസ്. അടുത്ത ആള് സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണ വേളയിൽ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ആരാണ്? കാറ്റലിസ്റ്റ് പേര് അല്ലെങ്കിൽ ഫോർമുല. സച്ചിൻ പറഞ്ഞോ. വെനേഡിയം പെന്റോക്സൈഡ്. വെരി ഗുഡ്. അമോണിയയുടെ പ്രോസസ് അറിയപ്പെടുന്ന പേര് വേഗം. അടുത്ത ആള് ആദിലക്ഷ്മി പറഞ്ഞോ. ഹെയ്ബർ പ്രക്രിയ. അമോണിയയുടെ ഹെയ്ബറും സൾഫ്യൂരിക് ആസിഡിന്റെ സമ്പർക്ക കോണ്ടാക്ട് പ്രോസസ്. അടുത്ത ക്വസ്റ്റ്യൻ, അമോണിയയുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഡ്രൈയിങ് ഏജന്റ്, മോയ്സ്ചർ റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആള്. അടുത്ത ആള് അനന്യ പറഞ്ഞോ. ഗുഡ് മോർണിംഗ് പറഞ്ഞോ. CaO, മലയാളത്തിൽ നീറ്റ് കക്ക എന്നൊക്കെ പറയാം. CaO. അടുത്ത ചോദ്യം, അമോണിയയുടെ നിർമ്മാണത്തിൽ എന്തുകൊണ്ട് ഗ്ലാസ് ജാറിൽ ഇൻവേർട്ടഡ് തല കീഴാക്കി വെച്ച് കണക്ട് ചെയ്യുന്നു? അടുത്ത ക്വസ്റ്റ്യൻ, 5th ക്വസ്റ്റ്യൻ പറഞ്ഞോ. ആരാണ്? ശ്രീനന്ദ. എന്തുകൊണ്ട് ഗ്ലാസ് ജാർ ഇൻവേർട്ടഡ് ആക്കി വെച്ചിരിക്കുന്നു? പറ. ഡെൻസിറ്റി ഓഫ് അമോണിയ ലെസ് ദാൻ എയർ. വെരി ഗുഡ്. അമോണിയയുടെ ഡെൻസിറ്റി കുറവാണ് വായുവിനേക്കാൾ. അപ്പോൾ ഗ്ലാസ് ജാർ കമിഴ്ത്തി വെച്ച് വേണം കളക്ട് ചെയ്യാൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് അമോണിയ കളക്ട് ചെയ്യുന്ന ടെസ്റ്റ് ട്യൂബ് സ്ലാന്റിംഗ് പൊസിഷൻ ചരിച്ചു വെച്ചിരിക്കുന്നു? എന്തുകൊണ്ട്? പറഞ്ഞോ. ആനന്ദ്. അതെ, അതിന്റെ ബൈ പ്രോഡക്റ്റ്, ആ ഒരു പർട്ടിക്കുലർ റിയാക്ഷൻ നിങ്ങൾ എഴുതി കാണിച്ചാൽ H2O ഫോം ചെയ്യുന്നുണ്ട്. ബൈ പ്രോഡക്റ്റ് ആയിട്ടുള്ള വാട്ടറിൽ അലിഞ്ഞു പോകാതെ ഇരിക്കാൻ വേണ്ടിയാണ് സ്ലാൻഡിങ് പൊസിഷനിൽ വെച്ചിരിക്കുന്നത്. വെരി ഗുഡ്. എത്ര ക്വസ്റ്റ്യൻസ് പറയുന്നു? 6 ക്വസ്റ്റ്യൻസ് പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. കാണിച്ചു പഠിപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു ചെറിയ ഒരു ബ്രേക്ക് എടുക്കാം. ഒരു 5 minutes ബ്രേക്ക്.
ഓക്കെ, ഓഡിബിൾ ആണല്ലോ മക്കളെ? എല്ലാവരും മൂന്നാമത്തെ ചാപ്റ്റർ എടുക്കുക. അതിൽ നമുക്ക് NaClന്റെ ചോദ്യത്തിൽ നിന്ന് എപ്പോഴും ചോദ്യം വരുന്നതാണ്. മോൾട്ടൺ NaCl ഉണ്ട്, NaCl സൊല്യൂഷൻ ഉണ്ട്. ഇതിന്റെ രണ്ടും നോക്കുക. സാറേ ഇവിടെ രണ്ട് ആൻസേഴ്സ് കൂടി ഉണ്ട്, അത് ഓൾറെഡി ഇട്ടോ, ഡിസ്പ്ലേ ഇട്ടോ. നമ്മൾ ഇന്നലെ പറഞ്ഞതാണെങ്കിലും സാർ അതൊന്നുകൂടി പറയാൻ ഉദ്ദേശിക്കുന്നു. NaClല് പോസിറ്റീവ് അയോൺസ് ഏത് കാഥോഡിലേക്കാണോ ആനോഡിലേക്കാണോ ഏത് ഇലക്ട്രോഡിലേക്കാണോ പോണതെന്നാണ്. അപ്പൊ സാർ ആദ്യം തന്നെ എഴുതിക്കോട്ടെ. നോക്കിയേ, ഒന്ന് ബോർഡിലേക്ക് നോക്കിയേ. NaCl ഇത് മോൾട്ടൺ NaClന്റെ ക്വസ്റ്റ്യൻ ആണ്. ഏതിന്റെ ക്വസ്റ്റ്യൻ ആണ്? മോൾട്ടൺ NaClന്റെ ക്വസ്റ്റ്യൻ, ഉരുകിയ NaClന്റെ ക്വസ്റ്റ്യൻ. കുറച്ച് പേര് കൂടി വീഡിയോ ഓൺ ആക്കാനുണ്ട്, വേഗം വീഡിയോ ഓൺ ആക്കട്ടാ. NaCl, മോൾട്ടൺ NaCl, ഉരുകിയ NaClന്റെ ചോദ്യം, നോക്കിക്കോ, എല്ലാവരും നോക്കിക്കോ. Na-യിലും Ca-യിലും പോസിറ്റീവ് അയോൺസ് ഉണ്ട്, ദാറ്റ് ഈസ് Na+. ഇവിടുത്തെ പോസിറ്റീവ് അയോണുകളാണ്. അതേപോലെ തന്നെ നെഗറ്റീവ് അയോണുകൾ ഉണ്ട്, Cl-. ഓക്കെ, പോസിറ്റീവ് അയോണുകൾ ആരെ തേടി പോകും? അതായത് ആലോചിച്ചാൽ മതി. പോസിറ്റീവ് അയോൺസ് ആരെ തേടി പോകും? നെഗറ്റീവ് ആളുകളെ തേടി പോകും. നെഗറ്റീവ് അയോണുകൾ ആരെ തേടി പോകും? പോസിറ്റീവിലേക്ക് പോകും. എങ്ങോട്ട് പോകും? പോസിറ്റീവിലേക്ക് പോകും. മക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമ്മൾ ഇലക്ട്രോലിസിസ് ആണ് നടത്തുന്നത്, വൈദ്യുത വിശ്ലേഷണമാണ് നടത്തുന്നത്. ഇവിടെ ഈ കോൺസെപ്റ്റിൽ നെഗറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ആരാണ്? കാഥോഡാണ്. ആരാണ്? കാഥോഡാണ്. നെഗറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് കാഥോഡാണ്. അത് മനസ്സിലൊന്ന് ഉറപ്പിച്ചു വെച്ചേ. ഇലക്ട്രോലിസിസിന്റെ വേളയിൽ നെഗറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് കാഥോഡാണ്. ഇപ്പൊ മെറ്റീരിയലിലെ പേജ് നമ്പർ 128, പാർട്ട് 1 128, ഇംഗ്ലീഷ് മീഡിയത്തിന്റെ മെറ്റീരിയൽ ആണ് സാറ് പറഞ്ഞത്. 128 ഇലക്ട്രോലിസിസിന്റെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഈ നെഗറ്റീവ് ടെർമിനൽ, ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്തിരിക്കുന്ന ഇലക്ട്രോഡ് നമ്മൾ കാഥോഡ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നെഗറ്റീവ് ഇലക്ട്രോഡ് എന്നാൽ കാഥോഡാണ്. നെഗറ്റീവ് ഇലക്ട്രോഡ് എന്നാൽ എന്താണ്? കാഥോഡാണ്. നെഗറ്റീവ് ഇലക്ട്രോഡ് കാഥോഡാണ്. ഓക്കെ ആണോ? അപ്പോ നെഗറ്റീവ് ഇലക്ട്രോഡ് അഥവാ കാഥോഡിലേക്ക് പോകുന്നത് ആരാണ്? നമ്മളുടെ സോഡിയം അയോണുകൾ. ഇനി പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് നെഗറ്റീവ് ആളുകൾ പോകും അല്ലെ? നെഗറ്റീവ് ആളുകൾ Cl- ഏതിലേക്ക് പോകും? ഏതിലേക്ക് പോകും? പോസിറ്റീവ് ഇലക്ട്രോഡ് ദാറ്റ് ഈസ് ആനോഡിലേക്ക് പോകും. ഒരു കാര്യം ശ്രദ്ധിച്ചോ മക്കളെ, സാറേ സ്ക്രീൻ ഒന്ന് ബ്ലർ ചെയ്ത് ഡ്രോപ്പ് ചെയ്ത്. പോസിറ്റീവ് ഇലക്ട്രോഡുകളിലേക്ക് പോകുന്നത്, ആനോഡിലേക്ക് പോകുന്നത് ക്ലോറിൻ. അത് മോൾട്ടൺ NaClന്റെ കാര്യമായിക്കോട്ടെ, NaCl സൊല്യൂഷന്റെ കാര്യമായിക്കോട്ടെ, രണ്ട് കേസിലും ആനോഡിലേക്ക് പോകുന്നത്, പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് പോകുന്നത് ആരാണ്? Cl- ആണ്. രണ്ട് കേസിലും മോൾട്ടൺ കേസിലും സൊല്യൂഷൻ ലായനിയുടെ കേസിലും രണ്ട് കേസിലും ആനോഡിലേക്ക് പോകുന്ന അയോണുകൾ ഏതാണ്? Cl- അയോൺസ് ആണ്. ഓക്കെ ആണോ? രണ്ട് കേസിലും മോൾട്ടൺ ഉരുകിയ അവസ്ഥയിലും ലായനി അവസ്ഥയിലും നമ്മളുടെ ആനോഡിലേക്ക് പോകുന്നത് ആരാണ്? Cl- ആണ്. ആരാണ്? Cl- ആണ്. ഓക്കെ ആണെങ്കിൽ ഒന്ന് ടാറ്റ കാണിക്കാം. ഓക്കെ ആണല്ലോ? ഓക്കെ, വെരി ഗുഡ്. ഇനി അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ Na+ന്റെ കാര്യം എന്താണ് സാറേ? ഈ രണ്ട് കേസിലും ഇലക്ട്രോഡ്, ഈ നെഗറ്റീവ് ഇലക്ട്രോഡ് അഥവാ കാഥോഡിലേക്ക് പോകുന്നത് Na+ തന്നെ അല്ല, വ്യത്യാസമുണ്ട്. മോൾട്ടന്റെ കേസിൽ ഉരുകിയ അവസ്ഥയിലാണെങ്കിൽ ആകെ, മക്കളെ എല്ലാവരും സാറ് ശ്രദ്ധിച്ച്, മോൾട്ടൺ NaClന്റെ കേസിൽ ആകെ രണ്ട് അയോണുകൾ ഉള്ളൂ. ആരൊക്കെ ഉള്ളൂ? Na+ അയോൺസും Cl- അയോൺസും ഉള്ളൂ. ഈ ഒരു കേസിൽ Na+ ആയിരിക്കും എങ്ങോട്ട് പോകുന്നത്? ആനോഡിലേക്ക് പോകുന്നത്. അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. ആനോഡാണ് ഇവിടുത്തെ നെഗറ്റീവ് ഇലക്ട്രോഡ്. നെഗറ്റീവിനെ തേടി ആര് പോകുന്നു? പോസിറ്റീവ് ആളുകൾ പോകുന്നു. ഇനി സൊല്യൂഷന്റെ കേസ് വരുമ്പോഴാണ് വ്യത്യാസം വരുന്നത്.
മോൾട്ടൺ NaCl അല്ലെങ്കിൽ NaCl സൊല്യൂഷൻ ആണെങ്കിലോ ലായനി ആണെങ്കിലോ, ലായനി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉപ്പെടുത്ത് വെള്ളത്തിൽ കലക്കിയിരിക്കുകയാണ് മക്കളെ, ഉപ്പെടുത്ത് വെള്ളത്തിൽ കലക്കിയിരിക്കുകയാണ്. അപ്പൊ കുറച്ച് അയോണുകൾ കൂടുതലില്ലേ? ഉപ്പിന്റെ അയോൺസ് മാത്രമാണോ? ഉപ്പിലടങ്ങിയ അയോണുകൾ മാത്രമാണോ ഉള്ളത്? അല്ല, വാട്ടറിലുള്ള അയോൺസ് കൂടി ഉണ്ട് എന്ന് ആലോചിക്കുക അല്ലെ. ഉപ്പുമുണ്ട് വാട്ടറുമുണ്ട്. അപ്പോ നേരത്തെ എന്ന് പറയുമ്പോൾ NaCl, മോൾട്ടൺ NaCl, ഉരുകിയ NaCl മാത്രമാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ NaCl സൊല്യൂഷൻ, NaCl ലായനിയാണ്. അപ്പോൾ ഉപ്പുമുണ്ട് ജലവുമുണ്ട്. ഈ ജലം എന്ന് പറയുന്ന ആളിലും അയോണുകളില്ലേ? അതിലും അയോണുകളില്ലേ? ആ കണ്ണട വെച്ച ആരാണ് സാറ്? എബിൻ സാറിന്റെ നേരെ ഫ്രണ്ടിൽ സെക്കൻഡ് റോ തേർഡ് വൺ. ഇവിടെ സെക്കൻഡ് റോ ഫസ്റ്റ് ID, സെക്കൻഡ് റോ തേർഡ് വൺ. തേജ് നോക്കിയാടാ. NaCl സൊല്യൂഷൻ ആവുമ്പോൾ NaCl ഉണ്ട് വാട്ടറുമുണ്ട്. നമുക്ക് വാട്ടറിലുള്ള അയോണുകൾ കൂടി നോക്കാം. അപ്പോ ഇതിനകത്ത് NaCl സൊല്യൂഷനിലുള്ള അയോണുകൾ ഏതൊക്കെയാണ്? Na+ ഉണ്ടാകും, Cl- ഉണ്ടാകും, വേറെ കുറച്ച് ആളുകൾ കൂടി ഉണ്ട്. വേറെ കുറച്ച് ആളുകൾ വരുന്നത് OH- ഉണ്ട്, ഉണ്ട്, വാട്ടറിൽ നിന്ന് കയറുന്നതാണ്. OH- ഉണ്ട്, H2O ഉണ്ട് എന്ന് പറയുന്നത് ഒരു അയോൺ ആയിട്ട് കൺസിഡർ ചെയ്യും നമ്മൾ. H3O+ മെറ്റീരിയലിൽ ഇത് ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അന്ന് ക്ലാസ് എടുത്തപ്പോൾ തേർഡ് ചാപ്റ്റർ അസർ സാർ ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോ Na+, Cl-, OH+, H2O, H3O+. ഇവിടെ അല്ല അതൊന്നും ചോദിച്ചിട്ടില്ല. നോക്കിക്കോ. അപ്പോ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ പോസിറ്റീവ് അയോണുകൾ അഥവാ റെഡ്യൂസ് ചെയ്യപ്പെടുന്നത് H2O ആയിരിക്കും. Na+ അല്ല, H2O ആയിരിക്കും. റെഡ്യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതൽ, പ്രവണത കൂടുതൽ ആർക്കാണ്? H2O നാണ്. H3O+ അല്ല, H2O ആണെന്ന് വേണം പഠിക്കാൻ. അതുകൂടി ആലോചിച്ചിരിക്കുക. അപ്പൊ മോൾട്ടൺ NaClന്റെ കേസിൽ ആകെ 2 അയോണുകളുള്ളൂ, ഒരു പോസിറ്റീവ് അയോൺ ഉള്ളൂ, Na+. പക്ഷേ സൊല്യൂഷനിലേക്ക് കടക്കുമ്പോൾ ഇവിടെ എന്തുണ്ട്? H3O+, H2O, Na+ ഒക്കെ ഉണ്ട്. ഇതിൽ ഗ്രേറ്റർ ടെൻഡൻസി ടു ഗെറ്റ് റെഡ്യൂസ്ഡ് ആർക്കാണ്? H2O. അപ്പോ ആനോഡിലേക്ക് പോകുന്നത് ആരായിരിക്കും? ആനോഡിലേക്ക് പോകുന്നത് ഇവനായിരിക്കും, നമ്മളുടെ കാഥോഡിലേക്ക് പോകുന്നത്. അതാണല്ലോ ചോദിച്ചത് സാറ്. കാഥോഡിലേക്ക് പോകുന്നത് ആരായിരിക്കും? നെഗറ്റീവ് ഇലക്ട്രോഡ് ആയിട്ടുള്ള കാഥോഡിലേക്ക് പോകുന്നത് H2O ആയിരിക്കും. രണ്ടിലും 2 വ്യത്യാസം. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ച്. അത് മാത്രം. 2 കേസിലും നെഗറ്റീവ് ആള് ഇവൻ തന്നെ കേട്ടാ. ഇതിനകത്തും നെഗറ്റീവ് ആള് ആനോഡിലേക്ക് പോകുന്ന, പോസിറ്റീവ് ആളിനെ തേടി പോകുന്നത് 2 കേസിലും Cl- തന്നെ, അതിൽ വ്യത്യാസമില്ല. മോൾട്ടൺ NaClന്റെ കാര്യത്തിൽ നെഗറ്റീവ് ഇലക്ട്രോഡിനെ തേടി പോകുന്നത് Na+ ആണെങ്കിൽ, സൊല്യൂഷനിലെ കാര്യത്തിൽ നെഗറ്റീവ് ആളെ തേടി പോകുന്ന, കാഥോഡിനെ തേടി പോകുന്നത് H2O ആയിരിക്കും. അതേ സാർ പറഞ്ഞുള്ളൂ. ഓക്കെ, അതെപ്പോഴും മനസ്സിൽ വേണം. ദെൻ ഇനി ഇത് മാത്രമേ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ മനസ്സിലാവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുള്ളൂ. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ഓൾറെഡി ചോദിച്ചു. ഗാൽവാനിക് സെല്ലുകൾ റിയാക്ഷൻസ്. ഗാൽവാനിക് സെല്ല് ഒരു കാര്യം ചെയ്തേ ഗാൽവാനിക് സെല്ല് ഒരു കാര്യം ചെയ്യാ, റിഡോക്സ് റിയാക്ഷൻ ഒന്ന് എഴുതിയേ. ഗാൽവാനിക് സെല്ലിലെ സിങ്കിന്റെ റിയാക്ഷൻ, കോപ്പറിന്റെ റിയാക്ഷൻ എഴുതാ. റിഡോക്സ് റിയാക്ഷൻ ഒന്ന് തനി എഴുതിയേ. ഇന്നലെ നമ്മൾ റിഡോക്സ് റിയാക്ഷൻ എഴുതിയിട്ടില്ല. റിഡോക്സ് പ്രവർത്തനം ഒന്ന് എഴുതാം വേഗം. സാറേ ഒന്ന് മ്യൂട്ട് ചെയ്യൂ.
ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, റിഡോക്സ് ആണ് ഞാൻ ലക്ഷ്യം വെക്കുന്നത്. ചെയ്തിട്ടുണ്ടാകുന്ന വരുന്നത് Zn gives Zn 2 plus plus 2e minus Cu 2 plus plus 2e minus gives Cu. അതെനിക്ക് വേണ്ട. എനിക്ക് റിഡോക്സ് പ്രവർത്തനം ഒറ്റൊരാൾ ഒന്ന് വന്ന് ഒന്ന് കാണിക്കാം, ഒന്ന് പറയാം. ആരാണ് സാറേ? റിഫ പറഞ്ഞോ. ഒന്നുകൂടി പറഞ്ഞേ. ആദ്യം ആനോഡ് എഴുതുക, ദെൻ കാഥോഡിന്റെ അയോൺ എഴുതുക, ശേഷം ആനോഡിന്റെ അയോൺ എഴുതുക, ശേഷം കാഥോഡ് എഴുതുക. ഇതാണ് പ്രോസസ്സ് കേട്ടാ. എത്ര പേരുടെ ശരിയായി? ഓക്കെ, കൂടുതൽ സമയം കളയുന്നില്ല. റിഡോക്സ് എഴുതാനായിട്ട് പഠിച്ചു വെക്കുക. ഗാൽവാനിക് സെല്ലിൽ നിന്നും 1 മാർക്ക് ക്വസ്റ്റ്യൻ അഗൈൻ ചോദിക്കുന്നു. ടാറ്റ കാണിക്കാൻ റെഡി ആയിക്കോ. ഗാൽവാനിക് സെല്ലിലെ എനർജി ചേഞ്ച് എന്താണ്? സാറേ വിളിച്ചോ. ഏഞ്ചൽ പറഞ്ഞോ. തെറ്റാണ്. ഗാൽവാനിക് സെൽ ഇതിപ്പോ തെറ്റാണെന്ന് ഞാൻ പറഞ്ഞോണ്ടല്ലേ പരീക്ഷയ്ക്ക് എഴുതി വെക്കൂലേ ഇത്. ഇലക്ട്രിക്കൽ എനർജി ടു കെമിക്കൽ എനർജി, ദാറ്റ് ഈസ് ഇലക്ട്രോലിറ്റിക് സെൽ. ദെൻ ഗാൽവാനിക് ആണ് ചോദിക്കുന്നതെങ്കിൽ കെമിക്കൽ എനർജി, രാസോർജം വൈദ്യുത ഊർജമായി മാറുന്നു. ദെൻ ക്രയോലൈറ്റ് എന്തിനാണ് ചേർത്ത് കൊടുക്കുന്നത്? ക്രയോലൈറ്റ് ആരാണ് പറയാൻ വന്നത്? ക്രയോലൈറ്റ് ചേർത്ത് കൊടുക്കുന്നത് സാറേ വേഗം. മേഘ പറഞ്ഞോ. ക്രയോലൈറ്റ് ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണ്? ഒരെണ്ണം കൂടിയുണ്ട്, ഒരു പോയിന്റ് കൂടിയുണ്ട്. ഇന്നലെ റെഡ്യൂസ് മെൽറ്റിംഗ് പോയിന്റ്, വെരി ഗുഡ്. റെഡ്യൂസ് മെൽറ്റിംഗ് പോയിന്റ്, ഓക്കെ. ദ്രവണാങ്കം കുറയ്ക്കാനും ഇൻക്രീസ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, വെരി ഗുഡ്. ഇനി ഇതിനോടൊപ്പം തന്നെ എല്ലാവരും പഠിച്ചു തീരാത്തൊരു ടോപ്പിക്ക്, എന്തിനാണ് കാർബൺ റോഡുകൾ ഇടയ്ക്കിടയ്ക്ക് റീപ്ലേസ് ചെയ്യുന്നത്? അലൂമിനിയം എക്സ്ട്രാക്ഷനിൽ തന്നെ കാർബൺ റോഡ്സ്, സി റോഡുകൾ റീപ്ലേസ് ചെയ്യുന്നത് എന്തിനാണ്? ഇടക്കിടക്ക് മാറ്റി വെക്കുന്നത് എന്തിനാണ്? ആരാണ് പറയാൻ വന്നത്? ആരാണ്? മേരി പറഞ്ഞോ. ഗുഡ് മോർണിംഗ് മേരി പറഞ്ഞോ. കാർബൺ മോണോക്സൈഡ് ആണോ? കാർബൺ ഡയോക്സൈഡ് കേട്ടാ, കാർബൺ ഡയോക്സൈഡ്. അങ്ങനെ നമുക്ക് കാർബൺ റോഡുകൾ ഓക്സിജനുമായി റിയാക്ട് ചെയ്ത് കാർബൺ ഡയോക്സൈഡ് ആയി മാറുന്നു. ഹെൻസ് നമുക്ക് ആ കാർബണിന്റെ അളവ് നഷ്ടമായി കൊണ്ടിരിക്കുന്നു. അതുമൂലമാണ് നമ്മളിത് എന്ത് ചെയ്യുന്നത്? റീപ്ലേസ് ചെയ്യുന്നത്. ഇടക്കിടക്ക് ടയർ മാറ്റുന്ന പോലെ, വാഹനങ്ങളുടെ ടയർ മാറ്റുന്ന പോലെ റെഗുലർ ഇന്റർവെൽസിൽ കാർബൺ റോഡുകൾ റീപ്ലേസ് ചെയ്യേണ്ടത് വരുന്നത്. അലൂമിനയുടെ എക്സ്ട്രാക്ഷനിലെ റെഡ്യൂസിങ് ഏജന്റ് ആണ് ചോദിക്കുന്നതെങ്കിലോ, റെഡ്യൂസിങ് ഏജന്റ് ചോദിക്കുന്നു നിരോക്സികാരി. ആരാണ് പറയുന്നത്? സാറേ അനാമിക പറഞ്ഞോ. അലൂമിനയുടെ റെഡ്യൂസിങ് ഏജന്റ് ആരാണ്? പറഞ്ഞോ. അല്ല, അത് വേറെയാണ്. അടുത്ത ആള് മെസ്സേജ് അശ്വന്ത്. ആരെയാണ് വിളിക്കുന്നത്? ഇലക്ട്രിസിറ്റി, വൈദ്യുതി. കാരണം അലൂമിനിയം റിയാക്ടിവിറ്റി കൂടുതലാണ്. ക്രിയാശീലം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ റെഡ്യൂസിങ് ഏജന്റ് നിരോക്സികാരി എന്തായിട്ടു? ഇലക്ട്രിസിറ്റി. ഹൈ റിയാക്ടിവിറ്റി ആണ്, അതുകൂടി സാറ് മെൻഷൻ ചെയ്യുന്നു. ഹൈ റിയാക്ടിവിറ്റി. അങ്ങനെയാണെങ്കിൽ നേരത്തെ ആ കുട്ടി പറഞ്ഞ കാർബൺ മോണോക്സൈഡ് CO ഉപയോഗിക്കുന്നത് ആർക്കാണ്? അയേണിന്റെ എക്സ്ട്രാക്ഷനിലാണ് കാർബൺ മോണോക്സൈഡ് ഉപയോഗിക്കുന്നത്. ഒളിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഫൂൾസ് ഗോൾഡ് എന്നറിയപ്പെടുന്നത് എന്താണ്? സാറേ വിളിച്ചോ. ഫൂൾസ് ഗോൾഡ് എന്നറിയപ്പെടുന്ന ആരാണ്? അഭിന പറഞ്ഞോ മോളെ. അഭിരാമി പറഞ്ഞോ. അയേൺ പൈറൈറ്റ്സ്. അങ്ങനെയെങ്കിൽ പെട്ടെന്ന് ആരും ആൻസർ ചെയ്യാൻ സാധ്യതയില്ല. സിൽവർ കോട്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റിന്റെ പേര് പറഞ്ഞു. ധൈര്യം ഉണ്ടെങ്കിൽ പറ. സിൽവറിന്റെ ഇലക്ട്രോലൈറ്റിന്റെ പേര്. ഈ പാഠം 3ാമത്തെ ചാപ്റ്റർ തന്നെ. ആരാണ്? ഋത പറഞ്ഞോ.
തേർഡ് ചാപ്റ്റർ ലാസ്റ്റ് പോർഷൻ. ഋത വേഗം പറഞ്ഞേ. ഏതാ ആൻസർ പറഞ്ഞേ? ആ, അത് മാത്രമായിട്ട് പറയരുത്, വേറെ അതിനോടൊപ്പം തന്നെ പ്ലസ് സിൽവർ സൈനൈഡ് പ്ലസ് സോഡിയം സൈനൈഡ് മിക്സ്ചർ. ഓക്കെ, അങ്ങനെ വേണം പറയാനായിട്ട്. എല്ലാവരും മെറ്റീരിയൽ പേജ് നമ്പർ 129 പോയേ. 129, അല്ലെങ്കിൽ നമ്മളുടെ സാറേ ഇതെടുത്തെ, നമ്മളെ സ്ലൈഡ്സ് എടുത്തേ സാറേ. തേർഡ് ചാപ്റ്ററിൽ ടോപ്പ് ജസ്റ്റ് വൺ, ആറാമത്തെ സിക്സ്ത് സ്ലൈഡ് മുകളിൽ, തൊട്ട് മുകളിൽ. യെസ്, നോക്കേ, ഇത് ടെക്സ്റ്റിൽ നിന്ന് കട്ട് ചെയ്ത് വെച്ചേക്കണം, വേഗം പഠിക്കുക. സിൽവർ ആണെങ്കിൽ ഒന്നില്ലെങ്കിൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ഉപയോഗിക്കാം കേട്ടോ. വളരെ സിമ്പിൾ ഉണ്ട് ഒരെണ്ണം, സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. അതല്ല എന്നുണ്ടെങ്കിൽ സോഡിയം സൈനൈഡ് പ്ലസ് സിൽവർ സൈനൈഡ് സൊല്യൂഷൻ, സോഡിയം സൈനൈഡ് പ്ലസ് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. ഗോൾഡ് ആണെങ്കിൽ, സ്വർണമാണെങ്കിൽ ഗോൾഡ് സൈനൈഡും സോഡിയം സൈനൈഡിന്റെ മിക്സ്ചർ. ഓക്കെ, വേഗം പഠിച്ച്. പഠിച്ചാ സെറ്റല്ലേ? ഓക്കെ ആണല്ലോ? എനിക്ക് മാറ്റാം അല്ലെ? സാറഞ്ഞു മാറ്റിക്കോ. കോപ്പർ കോട്ട് ചെയ്യണം. ഓക്കെ, കോപ്പർ കോട്ട് ചെയ്യണം. കോപ്പറിന്റെ സൊല്യൂഷൻ ഏതാണ്? വേഗം. കോപ്പറിന്റെ ഒരേ ഒരു സൊല്യൂഷൻ, നീല കളറുള്ള സൊല്യൂഷൻ, ബ്ലൂ കളർ സൊല്യൂഷൻ ആരാണ് വരുന്നത് സാറേ? കോപ്പർ ആണ് ഒരു അയൺ ബാങ്കിളിൽ കോട്ട് ചെയ്യെങ്കിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ്. ഏതെങ്കിലും ഒരാളെ വിളിച്ചോ സാറേ? നജാദ് പറഞ്ഞോ. കോപ്പർ സൾഫേറ്റ് ആണ്. വെരി ഗുഡ്. CuSO4. മക്കള് പേജ് നമ്പർ മെറ്റീരിയൽ പേജ് നമ്പർ 129 ഇലക്ട്രോപ്ലേറ്റിംഗ് ഒന്നെടുത്തേ. ഇലക്ട്രോപ്ലേറ്റിംഗ്, ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ, ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ. സാറേ നമ്മളുടെ കയ്യിൽ ഒരു ഫിഗർ ഉണ്ട്, ഫസ്റ്റ് തന്നെ ഏറ്റവും മുകളിൽ ടോപ്പ് ഫസ്റ്റ്. യെസ്, അതൊന്ന് കടുത്തേ. നോക്കേ, ഇവിടെ ബാറ്ററിയുടെ ടെർമിനൽസ് ഒന്ന് നോക്കാം. ഏത് മെറ്റീരിയൽ ആണോ കോട്ട് ചെയ്യേണ്ടത് അത് പോസിറ്റീവ് ടെർമിനലിലേക്കും, എങ്ങോട്ടാണ്, ഏത് മെറ്റീരിയലിന് മേലെയാണോ കോട്ട് ചെയ്യേണ്ടത്, ഇവിടെ ഈ വളയുടെ മേലെയാണ് നമുക്ക് വെള്ളി പൂശേണ്ടത്, വെള്ളി ലേപനം ചെയ്യേണ്ടത്, വള റിങ് കൊടുത്തിരിക്കുന്നത് നെഗറ്റീവ് ടെർമിനലിലേക്കും. അത് എപ്പോഴും മനസ്സിൽ വേണം. ആ ടെർമിനൽസ് ഒന്ന് നോക്കി വെക്കുക. ടെർമിനൽസ് ഏതിലേക്കാണോ കോട്ട് ചെയ്യേണ്ടത് അത് നെഗറ്റീവിലേക്കും, ഏതാണോ കോട്ട് ചെയ്യേണ്ടത് അത് ബാറ്ററിയുടെ പോസിറ്റീവ്. നീളം കൂടിയ വര ബാറ്ററിയുടെ പോസിറ്റീവ്, നീളം കുറഞ്ഞ ടെർമിനൽ അത് നെഗറ്റീവും. അറിയാലോ? എല്ലാവർക്കും അറിയാലോ, ഫിസിക്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സാറേ ഫോർത്ത് ചാപ്റ്ററിൽ ഒരു ടേബിൾ ഉണ്ട്, അതെടുത്തേ സാറേ. 18th 1. സാറ് കൈ വെച്ചിരിക്കുന്ന എടുത്തോ. ഓക്കെ, ഒന്നുകൂടി നോക്കാം. ഫോർമുല ഒന്നുകൂടി നോക്കാം. പേരുകൾ മക്കൾക്ക് അറിയാം. ഫോർമുല ഒന്നുകൂടി നോക്കാം. ലാസ്റ്റ് ടൈമാണ് ഫോർമുലാസ് ഒന്നുകൂടി പഠിക്കാം. തൊട്ടിപ്പുറത്ത് ക്വസ്റ്റ്യൻ ഫോർമുലയാണ്, സാറ് പറഞ്ഞിരുന്നു. ഫോർമുലാസ് ക്വസ്റ്റ്യൻ വരുന്ന രീതി സാർ കാണിച്ചിരുന്നു. എന്തായാലും കാണിച്ചു തരാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്.
കലാമിന് എന്തിന്റെ ഇലക്ട്രോ ഓറാണെന്നൊക്കെയാണ് നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പഠിച്ചു കഴിഞ്ഞെന്ന് കരുതാണ്. ആ ക്വസ്റ്റ്യൻ തൊട്ടടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് കാണിച്ചു സാറേ. അടാ, ഒരു വർഷം ക്വസ്റ്റ്യൻ വരുന്നത് കോപ്പർ പൈറേറ്റ്സിന്റെ ഫോർമുല തന്നു, സിങ്ക് ബ്ലെൻഡിന്റെ ഫോർമുല ZnS ആണ് ഫോർമുല എഴുതാനായിട്ട് ഒരു വർഷം ചോദിച്ചിട്ടുണ്ടായി. അപ്പൊ ഫോർമുലാസ് കൂടി ഇന്ന് പഠിച്ചിട്ട് വേണം നമുക്ക് എക്സാമിന് കയറാൻ. കൂടുതൽ തവണയും ഫോർമുല ചോദിച്ചിട്ടില്ല, പക്ഷെ ഫോർമുല ചോദിച്ച പരീക്ഷകളും ഉണ്ട്, അതൊന്ന് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. മിനറൽസിന് ഉണ്ടായിരിക്കേണ്ട പ്രോപ്പർട്ടീസ്, അബൻഡൻസ്, ഹൈ മെറ്റൽ കണ്ടന്റ്, അതെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. ദെൻ സാറേ ഈ ചാപ്റ്ററിന്റെ അതിലത്തെ ഗാലറി വ്യൂ എടുത്ത് ലാസ്റ്റ് ഒരു ടോപ്പിക് കൂടി പറഞ്ഞോട്ടെ. താഴെ 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 ഒരു പോട്ടെ താഴെ ഒരു ഫ്ലോ ചാർട്ട് ഉണ്ട്. യെസ് 42 കാണിച്ചു. എക്സ്ട്രാക്ഷൻ ഓഫ് അലൂമിന. നോക്കി, എക്സ്ട്രാക്ഷൻ ഓഫ് അലൂമിന. ഇവിടെ NaOH സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്യുക എന്ന് പറയുന്നത് ലീച്ചിങ് ആണ്. കണ്ട, ഇവിടെ ഹെഡിങ് കൊടുത്തിരിക്കുന്ന കണ്ട, അത് ലീച്ചിങ് ആണ്. പിന്നെ ഇവിടെ ഒരു ഫിൽട്ടറിങ് ഒക്കെ നടക്കുന്നുണ്ട്. മേ ബി ഇവിടെ ഫില്ല് ചെയ്യാൻ ചോദിക്കും, ഇവിടെ ഫില്ല് ചെയ്യാനും ചോദിക്കും. ഇവിടെ ഒരു B തന്നിട്ട് ഇവിടെയൊക്കെ ഫില്ല് ചെയ്യാൻ ചോദിക്കും. അപ്പൊ ഈ ആരോ സൈനിലുള്ള കാര്യങ്ങൾ കൂടി പഠിക്കണമെന്ന്. ആരോ സൈനിൽ, ഇത് ബോക്സിനുള്ളിലുള്ള കാര്യങ്ങൾ മാത്രമല്ല പഠിക്കേണ്ടത്, ഈ ആരോന് മുകളിൽ എഴുതിയിരിക്കുന്ന ഡീറ്റെയിലിംഗ് കൂടി പഠിച്ചിട്ട് വേണം പോകാൻ. ഇവിടെ ബോക്സൈറ്റിനെ ലീച്ചിങ് ചെയ്യുന്നു എന്തുപയോഗിച്ച്? NaOH ലായനി ഉപയോഗിച്ച്. എന്നിട്ടാണ് നമ്മൾ ഈ ഫ്ലോ ചാർട്ടിലേക്ക് പോകുന്ന. 2 തരം ഫ്ലോ ചാർട്ടുകളാണ്. ഒന്നില്ലെങ്കിൽ ഈ ഒരു ഫ്ലോ ചാർട്ട് ഉണ്ട് നമ്മുടെ കയ്യിൽ, ഈ ഒരു ഫ്ലോ ചാർട്ട്. ഈ ഫ്ലോ ചാർട്ട് ഓക്കെ ആണല്ല? ഓക്കെ ആണെങ്കിൽ ടാറ്റ കാണിച്ച് കുറേ നേരമൊക്കെ ഇന്നലെ പഠിച്ചതാണ് ഫ്ലോ ചാർട്ട്. സാറേ ലാസ്റ്റ് സ്ലൈഡ്, ഇന്നത്തെ ലാസ്റ്റ് സ്ലൈഡ്, ഏറ്റവും അവസാനത്തെ സ്ലൈഡ് അല്ല, അതിനു മുമ്പുള്ളത് 98th വൺ മോൾ അതിലത്തെ സാറേ. അല്ലെങ്കിൽ ഈ ഒരു ഫ്ലോ ചാർട്ട് ഏത് പാഠത്തിൽ നിന്നാണ്? നമ്മുടെ 5th ചാപ്റ്ററിൽ നിന്നുള്ളൊരു ഫ്ലോ ചാർട്ട്. ഏതെങ്കിലും ഒരു ഫ്ലോ ചാർട്ട് ശ്രദ്ധിച്ചിട്ട് പോവാ. സൾഫർ ഇവിടെ SO2 ആണ് നമുക്ക് ഇവിടെ ഫില്ല് ചെയ്യേണ്ടത് അല്ലെ. എക്സിന്റെ അവിടെ എന്താണ് ഫില്ല് ചെയ്യേണ്ടത്? SO2. എക്സ് എന്ന് പറഞ്ഞാൽ XO2. വൈയുടെ അവിടെ ഫില്ല് ചെയ്യേണ്ടത് ഏതായിരുന്നു? H2S2O7 അഥവാ ഒലിയം. പേര് മാത്രം കിട്ടിയുള്ളെങ്കിൽ അതെങ്കിലും എഴുതി വെക്കുക, ഫോർമുല തെറ്റിപ്പോകണമെങ്കിൽ. H2S2O7 അഥവാ ഒലിയം. ഫ്ലോ ചാർട്ട്സ് ഓക്കെ, സിമ്പിൾ. ഗാൽവാനിക് സെല്ല് കാര്യങ്ങൾ എല്ലാം ആയിട്ടുണ്ട്. സാറേ സ്ക്രീൻ ഡ്രോപ്പ് ചെയ്തു, ഒന്ന് മ്യൂട്ട് ചെയ്യുക. ഓക്കെ മക്കളെ, അപ്പൊ നമ്മളുടെ കെമിസ്ട്രിയുടെ റിവിഷൻ സക്സസ്ഫുള്ളി. വീണ്ടും എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ ടാബ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ എക്സാം നന്നായി എഴുതാം കേട്ടോ, നന്നായിട്ട് എഴുതാം. നല്ല എക്സാം ആയിരിക്കും ഇവിടെ, സൂപ്പർ എക്സാം ആയിരിക്കും. സോ ഷുവർ, കോൺഫിഡൻ്റ് ആയിട്ട് പോവുക, ടൈം പ്ലാൻ ചെയ്ത് എഴുതാം. അപ്പോൾ എക്സാം കഴിയുമ്പോൾ തന്നെ വന്നിട്ട് മെസ്സേജ് ഒക്കെ അയച്ച് സാറിന് അറിയിക്കാം കേട്ടോ. ഐ വിൽ ബി വെയിറ്റിംഗ് ഫോർ ദ റെസ്പോൺസ്. ഓക്കെ, നല്ലൊരു ദിവസം ഇരിക്കട്ടെ. സാറിൻ്റെ പ്രേയേഴ്സ് എന്തായാലും കൂടെ ഉണ്ടാവും. എന്തായാലും സാറും വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതേ നമ്മുടെ പിള്ളേരൊക്കെ കെമിസ്ട്രി എഴുതാൻ കൂടെയാണ്, പ്രാർത്ഥിച്ചാക്കണമെന്നൊക്കെ പറഞ്ഞു. ഓക്കേടാ, ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ വെരി ബെസ്റ്റ്. ടാറ്റ. ഓക്കെ.